ഇന്റഗ്രൽ ഓഫ് സൈൻ എക്സ് അല്ലേ? ആ മൈനസ് സൈൻ എക്സ് പ്ലസ് സി. മൈനസ് സൈൻ എക്സ് പ്ലസ് സി അല്ല മീന, അതല്ല കേട്ടോ. സൈൻ എക്സിന്റെ ഇന്റഗ്രൽ സൈൻ എക്സ് തന്നെയല്ല. ഇന്റഗ്രൽ ഓഫ് ലോഗ് എക്സ് അസ്ലമേ, ഇന്റഗ്രൽ ഓഫ് ലോഗ് എക്സ്. ഇന്റഗ്രൽ ഓഫ് ലോഗ്സ് ഇന്റഗ്രൽ ഓഫ് അയ്യോ സോറി log x. അല്ലല്ല, ഇന്റഗ്രൽ ഓഫ് ലോഗ് എക്സ് നമ്മൾ പഠിച്ചിട്ടില്ല. ഇന്റഗ്രൽ ഓഫ് 1/x, ഇന്റഗ്രൽ ഓഫ് 1/x, ഇന്റഗ്രൽ ഓഫ് ലോഗ് എക്സിലേക്ക് എത്തിയില്ല, അതിനെ വരുള്ളൂ. ഇന്റഗ്രൽ ഓഫ് 1/x ലോഗ് എക്സ് പ്ലസ് സി. ലോഗ് മോഡ് എക്സ് പ്ലസ് സി ആണ് കേട്ടോ. Mod x ലോഗ് plus മോഡ് c. എക്സ്, ലോഗ് മോഡ് എക്സ് പ്ലസ് സി ആണ്. ലോഗ് മോഡ് എക്സ് പ്ലസ് സി. ശരി. ഇന്റഗ്രൽ ഓഫ് സീക്ക് എക്സ് ടാൻ എക്സ് ചന്ദന. ഇന്റഗ്രൽ ഓഫ് സീക്ക് എക്സ് ടാൻ എക്സ് കേട്ടില്ല. സീക്ക് എക്സ് പ്ലസ് സി. ഇന്റഗ്രൽ ഓഫ് സീക്ക് എക്സ് ടാൻ എക്സ് ഈക്വൽ ടു സീക്ക് എക്സ് പ്ലസ് സി ആണ്. Then integral of 1/x square സുഫിനെ, integral of 1/x square. സാർ അറിയില്ല, ഞാൻ ക്ലാസ് കേറിയില്ല. അറിയില്ല. integral of 1/x square ഫൈസെ. റൂട്ട് എക്സ് പ്ലസ് സി ആണോ? അല്ല 2 റൂട്ട് എക്സ് പ്ലസ് സി അല്ല. 1/x square 1/x square നിനക്ക് കാണാണ്ട് അറിയാൻ മാർഗം ഉണ്ടല്ലോ. 1/x square എന്ന് പറഞ്ഞാൽ x raised to -2 ആ. എന്നിട്ട് ആൻസർ പറഞ്ഞു 1/x square നമുക്ക് x raised to -2 എന്ന് എഴുതാം അല്ലെ. 1/x square x raised to -2 ആവും. അങ്ങനെയാണെങ്കിൽ എത്രയായിരിക്കും ഇന്റഗ്രൽ? 2x ആണോ? അല്ലടാ, ഇന്റഗ്രൽ ഓഫ് കൊസിക് എക്സ് കോട്ട് എക്സ് എന്താ ബേസിലെ? ഇന്റഗ്രൽ ഓഫ് കൊസിക് എക്സ് കോട്ട് എക്സ് നെഗറ്റീവ് കോസിക് എക്സ് പ്ലസ് സി മൈനസ് കൊസിക് എക്സ് പ്ലസ് സി ആണ്. മൈനസ് കൊസിക് എക്സ് പ്ലസ് സി. ദെൻ ഇന്റഗ്രൽ ഓഫ് 1/1 പ്ലസ് എക്സ് സ്ക്വയറോ അൻവറെ? ഇന്റഗ്രൽ ഓഫ് 1/1 പ്ലസ് എക്സ് സ്ക്വയർ -1 അല്ല -1/x പ്ലസ് സി ആണ്. അല്ല, അല്ല ഒന്നുകൂടെ പറയാമോ? ഇന്റഗ്രൽ ഓഫ് 1/1 പ്ലസ് എക്സ് സ്ക്വയർ അറിയില്ല. അറിയില്ല. അമ്മീനെ അത് പറയുകയാണെങ്കിൽ പനിഷ്മെന്റ് ഒഴിവാക്കി തരാം. ഇന്റഗ്രൽ ഓഫ് 1/1 പ്ലസ് എക്സ് സ്ക്വയർ ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് സി. ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് സി. ഓക്കെ, ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് സി. ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് സി. ബുക്ക് എടുത്തോട്ടോ. ഫോർമുല ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രോബ്ലംസ് ആണ് നമുക്ക് ഇന്ന് ചെയ്യേണ്ടത്. ബുക്ക് എടുത്തോളുക. നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റിനെ ഇത്ര പിള്ളേരെ മാർഗം, തന്നിരിക്കുന്ന ക്വസ്റ്റിനെ നമുക്ക് ഈ റിസൾട്ട് അറിയാവുന്ന ഫോർമുലയുടെ രൂപത്തിലേക്ക് മാറ്റുക, ഇന്റഗ്രൽ എഴുതുക. അതാണ് നമുക്ക് ചെയ്യാനുള്ളൂ കേട്ടോ. ക്വസ്റ്റ്യൻ എല്ലാം നേരിട്ട് അങ്ങനെ ആയിരിക്കില്ല, ചെറിയ അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്യേണ്ടി വരും. ക്വസ്റ്റിനകത്ത് ചില അറേഞ്ച്മെന്റ്സും അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ ചെയ്ത് നമുക്ക് അറിയാവുന്ന രൂപത്തിലേക്ക് മാറ്റണം. നമ്മളിപ്പോ ഈ പഠിച്ചിരിക്കുന്ന റിസൾട്ടുകളുടെ രൂപത്തിലേക്ക് നമ്മൾ ക്വസ്റ്റിനെ മാറ്റും. ക്വസ്റ്റിനെ മാറ്റിയിട്ട് ആൻസർ എഴുതും. അതാണ് ചെയ്യുന്നത് കേട്ടോ. നേരിട്ട് കാണുമ്പോൾ തന്നെ ചില ക്വസ്റ്റിലേക്ക് ഇന്റഗ്രൽ ഉണ്ടാവുള്ളൂ, ചിലതിന് ചെറിയ മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. മാറ്റങ്ങൾ വരുത്തിയിട്ട് അറിയാവുന്ന ഫോർമുലയിലേക്ക് മാറ്റുക, ഇന്റഗ്രേഷൻ ചെയ്യുക. ആദ്യത്തെ എക്സസൈസിലത്തെ എക്സസൈസ് 7.1 എക്സസൈസ് 7.1 ക്വസ്റ്റ്യൻ നമ്പർ 7 മുതലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ ആദ്യത്തെ ക്വസ്റ്റ്യൻസ് വേറെ കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്, അതിനുശേഷം നമുക്ക് ചെയ്യാം കേട്ടോ. ആദ്യത്തെ ക്വസ്റ്റ്യൻസ് പിന്നീടാണ് ചെയ്യിക്കുന്നുള്ളൂ. ആദ്യത്തെ 6 ക്വസ്റ്റ്യൻ ഉള്ളത് ഈ എക്സസൈസ് കഴിഞ്ഞിട്ട് അടുത്ത എക്സസൈസിനകത്ത് ചെയ്യിപ്പിക്കുന്നുള്ളൂ. 7ാമത്തെ ക്വസ്റ്റ്യൻ നിന്നാണ് തൽക്കാലം തുടങ്ങുന്നത് കേട്ടോ. എക്സസൈസിലെ 7ാമത്തെ ക്വസ്റ്റ്യൻ.
ഞാൻ ചെയ്യാം, നിങ്ങൾക്കറിയില്ലല്ലോ, ഞാൻ ചെയ്യാം. തൽക്കാലം കണ്ടിരിക്കുക, കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ പഠിച്ചോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 7 ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത്. ക്വസ്റ്റ്യൻ ഇതാണ്: ഇന്റഗ്രൽ ഓഫ് എക്സ് സ്ക്വയർ ഇൻറ്റു 1 മൈനസ് 1/x² dx. ഇന്റഗ്രൽ ഓഫ് എക്സ് സ്ക്വയർ ഇൻറ്റു 1 മൈനസ് 1/x² dx എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യാം? ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ നമ്മൾ ആദ്യം ചിന്തിക്കണം. നമുക്ക് അറിയാവുന്ന റിസൾട്ടുകളുടെ രൂപത്തിലേക്ക് മാറ്റുക കേട്ടോ. നമുക്ക് ഇന്റഗ്രേഷൻ അറിയാവുന്ന കുറെ റിസൾട്ടുകൾ എഴുതി വെച്ചിട്ടുണ്ട്. മറച്ചു നോക്കി ചെയ്തോളണം കേട്ടോ, മറച്ചു നോക്കി ചെയ്തോളണം. നാളെ തൊട്ട് മറച്ചു നോക്കാണ്ടും ചെയ്യണം. ഇന്ന് തൽക്കാലം മറച്ചു നോക്കിക്കോളൂ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നാളെ റിസൾട്ട് എല്ലാം കൃത്യമായിട്ട് അറിയാതിരിക്കണം. പുറകോട്ട് നോക്കാതെ ചെയ്തു പോകാൻ പറ്റണം, എന്നാലേ നിങ്ങൾക്ക് അത് ശീലമാവുള്ളൂ. അപ്പോൾ ഇന്റഗ്രൽ ഓഫ് എക്സ് സ്ക്വയർ ഇൻറ്റു 1 മൈനസ് 1/x² dx എന്ത് ചെയ്യാം? എന്താ നിങ്ങൾക്ക് തോന്നുന്നതെന്ന് പറഞ്ഞു. എങ്ങനെ നമുക്ക് ചെയ്യാം? എന്താ ഹാഫിസെ, എന്ത് ചെയ്യും ആദ്യം? ഇത് പ്രൊഡക്റ്റ് ഫോർമുല ചെയ്യണം. അങ്ങനെ നമ്മളൊരു പ്രൊഡക്റ്റ് ഫോർമുല പഠിച്ചിട്ടില്ലല്ലോ. ഇന്റഗ്രേഷന് പ്രോഡക്റ്റ് ഫോർമുല ഡിഫറൻസിയേഷൻ പഠിച്ചിട്ടുണ്ട്. ഇന്റഗ്രേഷൻ ഒരു പ്രൊഡക്റ്റ് ഫോർമുല തന്നിട്ടില്ല. ഡെറിവേറ്റീവിന്റെ പ്രൊഡക്റ്റ് ഫോർമുല f(x) into g(x) അങ്ങനെ ചെയ്യാം. ഇത് അങ്ങനെ ഒരു ഫോർമുല തന്നിട്ടില്ല. അങ്ങനെ ഒരു ഫോർമുല നിലവിൽ പഠിച്ചിട്ടില്ല. അങ്ങനെ ഒരു ഫോർമുല നീ പഠിച്ചിട്ടില്ല. പ്രോഡക്റ്റ് ഫോർമുല എന്ന് പറഞ്ഞൊരു സാധനം ഡിഫറൻസിയേഷൻ ആണ് പഠിച്ചേക്കുന്നത്. ഇവിടെ നമ്മൾ ഇന്റഗ്രേഷൻ ആണ് ക്വസ്റ്റ്യൻ. ഇന്റഗ്രേഷൻ പ്രോഡക്റ്റ് ഫോർമുല അതൊന്നും പഠിച്ചിട്ടില്ല. ഡിഫറൻസിയേഷനിലുള്ള പ്രൊഡക്റ്റ് ഫോർമുല ഇല്ലടാ, ഡിഫറൻസിയേഷനുള്ള റൂൾ തന്നെ അല്ല ഇന്റഗ്രേഷനകത്തോ. പ്രോഡക്റ്റ് ഫോർമുല ഒന്നും അതൊന്നും അല്ല. പ്രോഡക്റ്റ് ഫോർമുല എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. ഇവിടെ അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇവിടെ അതിന്റെ ഒന്നും ആവശ്യമില്ല. അല്ലാതെ നമുക്ക് ചെയ്യാം. ഡിഫറൻസിയേഷന്റെ പ്രോഡക്റ്റ് ഫോർമുല ഇന്റഗ്രേഷന്റെ പ്രോഡക്റ്റ് ഫോർമുലയും വേറെയാണ്. ഇവിടെ അത്രയൊന്നും കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. എന്തായിരിക്കും ഫാരിസെ? ഈ ക്വസ്റ്റ്യൻ കണ്ടാൽ നിനക്ക് എന്ത് ചെയ്യണമെന്നാ തോന്നുന്നത്? ഓരോ വാല്യൂക്കും സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കാം. ഏത് ഓരോന്നിനും അതിന്റെ ഇന്റഗ്രൽ ചെയ്തു പോവാം. എങ്ങനെയാടാ ഒന്നരം പറഞ്ഞേ? അത് എക്സ് സ്ക്വയറിന് അതിന്റെ ഇന്റഗ്രൽ കൊടുക്കാം. അങ്ങനെ എക്സ് സ്ക്വയർ അവിടെ രണ്ടെണ്ണത്തിന്റെ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ടല്ലേ കിടക്കണത്? രണ്ടെണ്ണത്തിന്റെ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ടാണ് കിടക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് കഴിഞ്ഞ ദിവസം പറഞ്ഞു തന്നിരുന്നാലും സം ആണെങ്കിൽ നമുക്ക് ഇന്റഗ്രേഷനെ സ്പ്ലിറ്റ് ചെയ്യാം. ഡിഫറൻസ് ആണെങ്കിലും ഇന്റഗ്രേഷനെ സ്പ്ലിറ്റ് ചെയ്യാം. കോൺസ്റ്റന്റ് ഒക്കെ പുറത്തേക്ക് മാറ്റിയാൽ മതി. സം ആണെങ്കിലും ഡിഫറൻസ് ആണെങ്കിലും നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. പ്രോഡക്റ്റിനും ഡിവിഷനും നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റില്ല കേട്ടോ. രണ്ട് ടേമുകളുടെ സം ആണെങ്കിലേ ഇന്റഗ്രൽ ഓഫ്, ഞാൻ ഇവിടെ സൈഡിൽ എഴുതാം, നിങ്ങൾ എഴുതണ്ട, ഇന്റഗ്രൽ ഓഫ് f(x) പ്ലസ് g(x) എന്നാണെങ്കിൽ dx, നമുക്കിതിനെ ഇന്റഗ്രൽ ഓഫ് f(x) dx പ്ലസ് ഇന്റഗ്രൽ ഓഫ് g(x) dx രണ്ടെണ്ണമായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഇവിടെ മൈനസ് ആണെങ്കിലും നടുക്ക് മൈനസ് കൊടുത്താൽ മതി. രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഡിഫറൻസ് ആണെങ്കിലും സബ് ആണെങ്കിലും നമുക്ക് രണ്ടെണ്ണമായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. പ്രോഡക്റ്റിന് അത് പറ്റില്ല കേട്ടോ. പ്രോഡക്റ്റിനും ഇന്റഗ്രേഷനും അങ്ങനെയുള്ള പരിപാടി പറ്റില്ല. ഇവിടെ എങ്ങനെ ചെയ്യാം? ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണം എങ്ങനെ ചെയ്യാന്നുള്ളത്. ആൽഡ്രിനെ എന്താ നിനക്ക് തോന്നുന്നത്? ഇവിടെ എങ്ങനെ ചെയ്യാന്നാ? ആൽഡ്രിൻ, ഇതിനെ എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യാം? എല്ലാത്തിന്റെ ഇത് ഇന്റഗ്രേഷൻ ഇട്ട് 1/x² ഇന്റഗ്രേറ്റ് ഇട്ട് കൊടുക്കുക. അല്ല, പ്രോഡക്റ്റിനകത്ത് അങ്ങനെ പറ്റില്ലെന്നേ. ഞാൻ അതല്ലേ പറയണത്. പ്രോഡക്റ്റ് ആയിട്ട് കിടന്ന എല്ലാത്തിന്റെ ഇന്റഗ്രൽ ഇടാൻ പറ്റില്ല. സം ആണെങ്കിൽ ഇടാം, ഡിഫറൻസ് ആണെങ്കിൽ ഇടാം. എന്നിട്ട് കൂട്ടുവാണെങ്കിൽ കൂട്ടുക, കുറയ്ക്കുവാണെങ്കിൽ കുറയ്ക്കുക, അത് ചെയ്താൽ മതി. പ്രോഡക്റ്റിനകത്ത് വെറുതെ ഇന്റഗ്രൽ ഇടാൻ പറ്റില്ല. ഇപ്പൊ രണ്ട് ടേമിന്റെ പ്രോഡക്റ്റ് വന്നിട്ട് ഇന്റഗ്രേഷൻ കാണാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ഇന്റഗ്രൽ ഇൻറ്റു രണ്ടാമത്തെ ഇന്റഗ്രൽ അല്ല അതിന്റെ ആൻസർ. അങ്ങനെ ഒരു റൂൾ ഇല്ല. ചുമ്മാ ഇന്റഗ്രേഷൻ എടുത്താൽ പോരാ. എന്തായിരിക്കും ജെസിയ? എക്സ് സ്ക്വയറിനെ ഉള്ളോട്ട് മൾട്ടിപ്ലൈ ആണോ? എക്സ് സ്ക്വയറിനെ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. എക്സ് സ്ക്വയർ ഇൻറ്റു എന്നല്ലേ കിടക്കണത്. നമുക്ക് സുഖമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ തന്നെ മൾട്ടിപ്ലൈ ചെയ്താൽ ഒരു ഇന്റഗ്രൽ എക്സ് സ്ക്വയർ ഇൻറ്റു 1
x square into 1 x square minus x square into 1 by x square. x square വെട്ടിപ്പോയിട്ട് -1 എന്ന് വരും. ഇപ്പൊ പ്രോഡക്റ്റ് ഒക്കെ പോയി. ഇപ്പൊ പ്രോഡക്റ്റ് ഉണ്ടോ ഇതിനകത്ത്? മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയപ്പോൾ x square -1 എന്നായി. x squareനെ ആ ബ്രാക്കറ്റിന്റെ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്തു. x squareനെ ബ്രാക്കറ്റിന്റെ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഇന്റഗ്രൽ x square -1 എന്നായി. ഇന്റഗ്രൽ x square -1 ഈക്വൽ ടു കഴിഞ്ഞിട്ട് എഴുതാം. ഞാൻ തൽക്കാലം ചെയ്യട്ടെ, കഴിഞ്ഞിട്ട് എഴുതിയാൽ മതി. അടുത്ത സ്റ്റെപ്പിൽ എന്ത് എഴുതും? ഇന്റഗ്രൽ ഓഫ് x square -1 dx നെ ഇപ്പൊ സമ്മോ ഡിഫറൻസ് ആയിട്ട് മാറിട്ടോ. ഡിഫറൻസ് ആയിട്ട് മാറിയില്ലേ? അവിടെ പ്രോഡക്റ്റ് ഒന്നുമില്ല, പ്രോഡക്റ്റ് ഒക്കെ പോയി. ഇപ്പൊ രണ്ട് ടേമിന്റെ ഡിഫറൻസ് ആണ്. എങ്ങനെ ചെയ്യും? കംപ്ലീറ്റ് ചെയ്ത് ജെസിയ. ഇന്റഗ്രൽ ഓഫ് എക്സ് സ്ക്വയർ ആദ്യത്തെ ഇന്റഗ്രൽ ഓഫ് x square dx മൈനസ് ഇന്റഗ്രൽ ഓഫ് 1 dx മൈനസ് ഇന്റഗ്രൽ ഓഫ് 1 dx. ആദ്യത്തേതിന്റെ ഇന്റഗ്രല് മൈനസ് രണ്ടാമത്തേതിന്റെ ഇന്റഗ്രല്. എന്താണ് ഇന്റഗ്രൽ ഓഫ് x square dx? ജെസിയ കംപ്ലീറ്റ് ചെയ്തോ. x സ്ക്വയറിന്റെ ഇന്റഗ്രൽ x raised to n ആണെങ്കിൽ x raised to n plus 1 by n plus 1. ഇവിടെ x സ്ക്വയർ ആണ്. x raised to 3 by 3 x raised to 3 by 3 എന്ന് വരും. മൈനസ് ഇന്റഗ്രൽ ഓഫ് 1 dx അല്ലെങ്കിൽ ഇന്റഗ്രൽ ഓഫ് dx എത്രയാ? x plus c x ഇന്റഗ്രേഷൻ കഴിഞ്ഞു. അവസാനം ഒരു c യോടെയും കൊടുത്തേക്കുക. x cube by 3 minus x plus c ചെയ്തോളൂ കേട്ടോ. നമ്മൾ നോക്കേണ്ട കാര്യമാണ്, നമുക്ക് അറിയാവുന്ന റിസൾട്ടുകളിലേക്ക് മാറ്റി എഴുതുക. നമുക്ക് നിലവിൽ അറിയാവുന്ന റിസൾട്ടുകളുടെ രൂപത്തിലേക്ക് മാറ്റി എഴുതുക. അതിനുശേഷം ഇന്റഗ്രേഷൻ നടത്തുക. പ്രോഡക്റ്റ് റൂളൊന്നും നിങ്ങൾ പഠിച്ചിട്ടില്ല കേട്ടോ. പ്രോഡക്റ്റ് റൂളോ ഡിവിഷൻ റൂളോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പഠിച്ചിട്ടില്ല. സം ആണെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യാം, ഡിഫറൻസ് ആണെങ്കിലും സ്പ്ലിറ്റ് ചെയ്യാം. പ്രോഡക്റ്റിനോ ഡിഫറൻസിനോ ഒന്നും അത് പറ്റില്ല. അടുത്ത കുറച്ചുകൂടെ സിമ്പിൾ ആലോ. എട്ടാമത്തത് ഇന്റഗ്രൽ ഓഫ് എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഡി എക്സ്. ക്വസ്റ്റ്യൻ നമ്പർ 8 ഇന്റഗ്രൽ ഓഫ് എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഡി എക്സ്. ഇതെങ്ങനെ ചെയ്യാം ചന്ദന? ഇന്റഗ്രൽ ഓഫ് എ എക്സ് സ്ക്വയർ ഡി എക്സ്. ആദ്യത്തെ ടേമിന്റെ ഇന്റഗ്രല് പ്ലസ് രണ്ടാമത്തെ ടേം പറഞ്ഞോ. ഇന്റഗ്രൽ ബി എക്സ് പ്ലസ് ഇന്റഗ്രൽ സി ഡി എക്സ്. ഓക്കെ, ആദ്യത്തെ ടേമിന്റെ ഇന്റഗ്രല് പ്ലസ് രണ്ടാമത്തെ ടേമിന്റെ ഇന്റഗ്രല് പ്ലസ് മൂന്നാമത്തെ ടേമിന്റെ ഇന്റഗ്രല് ഈക്വൽ ടു. അടുത്ത സ്റ്റെപ്പ്, ഒരു സ്റ്റെപ്പ് വേണമെങ്കിൽ നമുക്ക് കുറയ്ക്കാമായിരുന്നു കേട്ടോ. ഒരു സ്റ്റെപ്പ് വേണമെങ്കിൽ നമുക്ക് കുറയ്ക്കാമായിരുന്നു, കുഴപ്പമില്ല. പിന്നീട് വരുമ്പോൾ നമുക്ക് കുറച്ച് പോകാം. ആൾറെഡി അടുത്ത സ്റ്റെപ്പ് പറഞ്ഞേ എന്ത് ചെയ്യണം? 3 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. കോൺസ്റ്റൻസ് പുറത്തെടുക്കണം കേട്ടോ. അത് ആദ്യത്തെ സ്റ്റെപ്പിൽ വേണമെങ്കിൽ ചെയ്തോളുക. കോൺസ്റ്റൻസ് പുറത്തെടുക്കണം. എ ഇന്റഗ്രൽ എക്സ് സ്ക്വയർ ഡി എക്സ് പ്ലസ് ബി ഇന്റഗ്രൽ എക്സ് ഡി എക്സ് എക്സ് ഡി എക്സ് പ്ലസ് സി ഇന്റഗ്രൽ ഓഫ് ഡി എക്സ്. കോൺസ്റ്റൻസ് പുറത്തേക്ക് മാറ്റി. ആദ്യം 3 ടേം ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു, കോൺസ്റ്റൻസ് പുറത്തേക്ക് മാറ്റി. എ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് എക്സ് സ്ക്വയർ സുഹൈലെ എക്സ് ക്യൂബ് ബൈ 3 പ്ലസ് ബി ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് എക്സ് ഇന്റഗ്രൽ ഓഫ് എക്സ്
C. സിയോ? അല്ല ഇന്റഗ്രൽ ഓഫ് എക്സ് 1. ഡെറിവേറ്റീവ് ഓഫ് എക്സ് എന്താ? ഡെറിവേറ്റീവ് ഓഫ് എക്സ് 1. രണ്ടും ഒന്നാ? അല്ല ഇന്റഗ്രൽ ഓഫ് എക്സ് എന്താ? ഇന്റഗ്രലിന്റെ ഫോർമുല ഇന്റഗ്രൽ ഓഫ് എക്സ് റേസ് ടു എൻ എന്നാ? സുഹൈലെ, ഇന്റഗ്രൽ ഓഫ് എക്സ് റേസ് ടു എൻ അത് n പ്ലസ് എക്സ് റേസ് ടു n അല്ലേ? n പ്ലസ് 1 പ്ലസ് n ബൈ n റേസ് ടു 1. നീ എന്നൊക്കെ പറഞ്ഞു, നീ നോക്കിയായിരുന്നോ? മറന്നുപോയി സാർ. ഇന്റഗ്രൽ ഓഫ് എക്സ് റേസ് ടു n പ്ലസ് 1 ബൈ n പ്ലസ് 1 ഇതെന്തോരും? എക്സ് റേസ് ടു n പ്ലസ് 1 ബൈ n പ്ലസ് 1. വന്നേ നോക്കി ആർക്കും പറയാം. ഇതെന്തോരും പറഞ്ഞടാ? ഇത് എക്സിന്റെ എക്സിന്റെ പ്ലസ് 1 എന്ന് പറയുമ്പോ എക്സ് സ്ക്വയർ ബൈ സ്ക്വയർ ബൈ 2. ആ മുകളിൽ തന്നെ പവർ തന്നെ താഴെ തന്നെ, പിന്നെ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് ബാക്കി എന്നാന്ന് ആലോചിച്ചോണ്ടിരിക്കണ്ട. മുകളിൽ എക്സ് സ്ക്വയർ ആണെങ്കിൽ താഴെ 2 എക്സ് ക്യൂബ് ആണെങ്കിൽ താഴെ 3 എക്സ് റേസ് ടു 4 ആണെങ്കിൽ താഴെ 4 അതിന് മാറ്റമില്ല. പ്ലസ് അടുത്തോളം പറഞ്ഞ സുഹൈലെ, സി ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് ഡി എക്സ്. ഇന്റഗ്രൽ ഓഫ് ഡി എക്സ് ഇന്റഗ്രൽ ഓഫ് ഡി എക്സ് അത് തന്നെ. നീ ഒരു ഫോർമുലയും പഠിച്ചിട്ടില്ലല്ലോ സുഹൈലെ. സി അല്ലേ ഇന്റഗ്രൽ ഓഫ് ഡി എക്സ്? ഇന്റഗ്രൽ ഓഫ് ഡി എക്സ് സി അല്ലേ? ഇല്ല. ഇന്റഗ്രൽ ഓഫ് ഡി എക്സ് എന്താ ബേസിൽ? ഇന്റഗ്രൽ ഓഫ് ഡി എക്സ് സാർ പെട്ടെന്നോട്ടാ. ഇന്റഗ്രൽ ഓഫ് ഡി എക്സ് 1 ഡി എക്സ് എന്ന് പറഞ്ഞാൽ 1 dx ഒന്നാന്നേ. ഒരു ഡി എക്സ് എന്ന് പറഞ്ഞതും ഡി എക്സ് പറഞ്ഞത് ഒന്നാണ്. എക്സ് പ്ലസ് സി ഇൻറ്റു എക്സ് കേട്ടോ. സി ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് ഡി എക്സ് എക്സ് പ്ലസ് കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ സി. എന്തെങ്കിലും സ്റ്റെപ്പുകൾ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളണം. ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ്. പ്രോബ്ലത്തിന്റെ എല്ലാം അങ്ങോട്ട് നമ്പർ കൂടി വരുന്നതനുസരിച്ച് കാഠിന്യം കൂടി വരും. വലിയ ബുദ്ധിമുട്ടുള്ളതൊന്നുമില്ല എക്സസൈസിനകത്ത്. നമുക്ക് കുറച്ച് ഫോർമുല അറിയാം, ആ ഫോർമുലയുടെ രൂപത്തിലേക്ക് മാറ്റുക, ആൻസർ എഴുതുക, അത്ര ചെയ്യാനുള്ളൂ. നമുക്കറിയാവുന്ന ഫോർമുലയുടെ രൂപത്തിലേക്ക് മാറ്റുക, ആൻസർ എഴുതുക. Question number 9. Integral of 2x square plus e raised to x dx. Integral of 2x square plus e raised to x dx. പറഞ്ഞ അബു ഇതെങ്ങനെ ചെയ്യും? അബു ഇത് എന്തോരം നേരം വേണോടോ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിണ്ടാനായിട്ട്? വിത്തിൻ സെക്കൻഡുകൾ മിണ്ടിക്കോളണം കേട്ടോ. ഇത് എന്തോരം സമയം വേണം നിനക്ക് മിണ്ടാനായിട്ട്? എന്തോരം സമയം വെറുതെ പഴയി പോണത്? ഞാൻ സാറിന് വിളിക്കുന്ന മൈക്ക് ഓണുള്ള പറഞ്ഞു. നിനക്കറിയാൻ പറ്റില്ലടാ മൈക്ക് ഇത്ര നാളായിട്ട് മൈക്ക് ഓണാക്കിയിട്ട് വിളിക്കണം എന്നുള്ളത്. ആന്നേ മൈക്ക് ഓണാക്കണ്ടാവുന്നു, ഓണാണ്ടേ. പറഞ്ഞ പെട്ടെന്ന് പറഞ്ഞോ. ഇന്റഗ്രൽ ഓഫ് 2x square dx. Integral of 2x square dx plus
ഇന്റഗ്രൽ ഓഫ് എക്സ് dx. ശരി, അടുത്തായിട്ട് എന്ത് ചെയ്യുന്നു? അടുത്തത് ഫോർമുല പറഞ്ഞോ. എക്സ് സ്ക്വയർ പ്ലസ് സി. എക്സ് സ്ക്വയർ പ്ലസ് സി, അത് നിനക്ക് എങ്ങനെ കിട്ടിയത്? ഫോർമുലയില്. ഏത് ഫോർമുലയില്? സോറി സാർ, 2x ആണ്. 2x ആണ്. ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം? ഇന്റഗ്രൽ ഓഫ് 2x സ്ക്വയർ എന്ന് എഴുതിയേക്കണത്. അതിനെ എങ്ങനെ അറേഞ്ച് ചെയ്ത് എഴുതണം? ആദ്യം അറേഞ്ച് ചെയ്ത് എഴുതാണ്ടൊക്കെ ചെയ്യാൻ കേട്ടോ പിള്ളേരെ. അറേഞ്ച് ചെയ്ത് എഴുതാണ്ട് ഒറ്റ സ്റ്റെപ്പിൽ ആൻസർ എഴുതി തീർക്കാവുന്ന കാര്യമേ ഉള്ളൂ. നിങ്ങൾക്ക് പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ കൂടുതൽ അറേഞ്ച്മെന്റ് ഒന്നും വേണ്ട, ഒറ്റ സ്റ്റെപ്പിൽ ആൻസർ എഴുതാം. ഇത് പ്രാക്ടീസ് ആകാത്തതുകൊണ്ടാണ് ഈ കൂടുതൽ സ്റ്റെപ്സ് പറയുന്നത്. പുറത്തേക്ക് എടുക്കാം. ഏത് പുറത്തേക്ക് എടുക്കണം? 2. എന്നാ പറ, 2 പുറത്തേക്ക് എടുത്താ പിന്നെ എക്സ് സ്ക്വയർ ഇന്റഗ്രൽ വേണ്ടടാ. ഇന്റഗ്രൽ എക്സ് സ്ക്വയർ എല്ലാം പറയണമെന്നേ, ഇനി കുറച്ച് ഒഴിവാക്കി പറയാൻ പാടില്ല. അതുപോലെ തന്നെ എഴുതുമ്പോൾ എഴുതുകയും ചെയ്യും. എക്സ് സ്ക്വയർ ഡി എക്സ് പ്ലസ് അതില് പുറത്തേക്ക് എടുക്കാമല്ലോ. ഒന്നുമില്ല, ഒന്നുമില്ലെങ്കിൽ വേണ്ട, ഒന്നുമില്ലെങ്കിൽ എടുക്കണ്ടടാ, ഉള്ളത് എടുത്താൽ മതിയെന്നേ. ഇന്റഗ്രൽ എക്സ് ഡി എക്സ് തന്നെ വരും. ശരി, ഇനി ആൻസർ പറഞ്ഞു. 2 പുറത്തുണ്ട്. എന്താണ് ഇന്റഗ്രൽ ഓഫ് എക്സ് സ്ക്വയർ? ഇന്റഗ്രൽ ഓഫ് എക്സ് സ്ക്വയർ എക്സ് റേസ് ടു n പ്ലസ് 1 എക്സ് റേസ് ടു 3/3 3/3 പ്ലസ് ഇന്റഗ്രൽ ഓഫ് ഇ റേസ് ടു എക്സ് എക്സ് പ്ലസ് സി. ഇ റേസ് ടു എക്സ് പ്ലസ് ഇ റേസ് ടു എക്സ് ആണ്, ഇ എക്സ് അല്ല. ഇ എക്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എഴുതണം. ഇതാട്ടോ ഇ എക്സ്. ഇ എക്സ് ഇ റേസ് ടു എക്സും വേറെ. ഇ റേസ് ടു എക്സ് പ്ലസ് 3, സോറി പ്ലസ് സി. 2/3 എക്സ് ക്യൂബ് പ്ലസ് ഇ റേസ് ടു എക്സ് പ്ലസ് സി. ഒരാളോട് ചോദിക്കണമെന്നുള്ളൂ കേട്ടോ. ഒരാളോട് ചോദിക്കുമ്പോൾ ബാക്കിയുള്ളവർ അതെങ്ങനെ ചെയ്യണേന്ന് ആലോചിച്ച് ഉത്തരം കണ്ടെത്തിക്കൊള്ളണം. അല്ലാണ്ട് ചുമ്മാ ഇരിക്കരുത് കേട്ടോ. ആള് പറയട്ടെ, പറയുമ്പോൾ എഴുതാന്നുള്ള ഇതിൽ ഇരിക്കരുത്. നിങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ല. ഒരാരോട് ചോദിക്കണമെങ്കിലും ആരോടാ ചോദിക്കണമെങ്കിലും നിങ്ങളോടാണുള്ള ചോദ്യം എന്നുള്ള രീതിയിൽ ഉത്തരം കണ്ടെത്തിക്കൊള്ളണം. ക്വസ്റ്റ്യൻ ആരോടാണെങ്കിലും നിങ്ങളോടാണെന്നുള്ള രീതിയിൽ ഉത്തരം കണ്ടെത്തി വെച്ചോളണം. കഴിഞ്ഞല്ലോ. ക്വസ്റ്റ്യൻ നമ്പർ 10. Integral of root x minus 1/√x the whole square dx. Root x minus 1/√x the whole square dx equal to എങ്ങനെ ചെയ്യാം ആഷിഖ് നാസറെ? ഇന്റഗ്രൽ ഓഫ് എക്സ് സ്ക്വയർ എന്നുള്ള ആ ഒരു ഇതിലല്ലേ ഇന്റഗ്രൽ ഓഫ് ആദ്യം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താണല്ലേ? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് ഉദ്ദേശിച്ചത് റൂട്ട് എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനാ. റൂട്ട് എക്സിന്റെ റൂട്ട് എക്സ് ആണോടാ? എക്സ് മൈനസ് 1/√x. എക്സ് മൈനസ് 1/√x. അതുകൊണ്ട് നമുക്ക് വലിയ അഡ്വാൻറ്റേജ് ഇല്ല. എഴുതുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അങ്ങനെയും ചെയ്തു പോകാം, അങ്ങനെയും ചെയ്തു പോകാം, അങ്ങനെയും ചെയ്തു പോകാം. പക്ഷെ നമുക്ക് അതിന്റെ ആവശ്യമില്ല. അല്ലാതെ ഇച്ചിരി എളുപ്പത്തിൽ ചെയ്യാം. ഇനി അത് ഇച്ചിരി ബുദ്ധിമുട്ടാവുള്ളൂ. വേറെന്താ മറക്കുന്ന ആലോചിച്ച് നോക്കിയേ. ഞാനത് ചെയ്യുന്നില്ല. ചെയ്തു പോകാം കേട്ടോ, ചെയ്തു പോകാം. പക്ഷെ അതിൽ എളുപ്പത്തിൽ മാർഗമുണ്ട്. റൂട്ട് എക്സ് മൈനസ് 1/√x the whole square dx. ഇത് ഏത് രൂപത്തിൽ ആഷിക്ക് കിടക്കണേ? ഇന്റഗ്രൽ ഓഫ് എക്സ് സ്ക്വയർ ആണോ?
എക്സ് സ്ക്വയർ എന്നില്ലല്ലോ അവിടെ. റൂട്ട് എക്സ് മൈനസ് 1/√x ഹോൾ സ്ക്വയർ എന്നല്ലേ കിടക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാം ആദ്യം? ഇല്ല, അറിയില്ല സാർ. എന്താ ഫൈസ പറഞ്ഞോ? ഫൈസ എന്ത് ചെയ്യാം? a minus b the whole square ആണ്. a മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്താൽ മതി. അപ്പൊ 3 ടേം ആയിട്ട് മാറും. പിന്നെ ഓരോ ടേമിന്റെ ഇന്റഗ്രൽ കാണണം. a മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ചെയ്യുമ്പോൾ ആ സ്ക്വയർ അങ്ങ് പൊക്കോളും. a മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എന്താണ്? a മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എന്താ ഫൈസ? a മൈനസ് ബി ദ ഹോൾ സ്ക്വയർ റൂട്ട് എക്സ് സ്ക്വയർ ആദ്യം റൂട്ട് എക്സിന്റെ സ്ക്വയർ, പിന്നെ മൈനസ് ടു റൂട്ട് എക്സ് ഇൻറ്റു 1/√x 2ab ടൈം അല്ലെ? 2ab ടൈം പ്ലസ് 1/√x ഹോൾ സ്ക്വയർ പ്ലസ് 1/√xന്റെ സ്ക്വയർ dx. a മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന ഫോമിലാണ് കിടക്കുന്നത്. a മൈനസ് ബി ദ ഹോൾ സ്ക്വയർ, a മൈനസ് ബി ദ ഹോൾ സ്ക്വയർ a സ്ക്വയർ മൈനസ് 2ab പ്ലസ് b സ്ക്വയർ. ദിസ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് റൂട്ട് എക്സിന്റെ സ്ക്വയർ എന്ത് വരും? എന്താ സാലിമേ? അടുത്ത സ്റ്റെപ്പ് പറഞ്ഞു സാലിമേ. റൂട്ട് എക്സിന്റെ സ്ക്വയർ എന്താ? എക്സ്. ശരി. അടുത്ത ടൈം പറ. മൈനസ് 2 പ്ലസ് 1/x 1/x dx. ഇപ്പൊ 3 ടൈം ആയിട്ട് മാറിയില്ലേ? ഇനി ഓരോ ടൈമിന് ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. ഇന്റഗ്രൽ എക്സ് ഡി എക്സ് മൈനസ് 2 കോൺസ്റ്റന്റ് പുറത്തേക്ക് മാറ്റി കേട്ടോ. ഇന്റഗ്രൽ 1 dx പ്ലസ് ഇന്റഗ്രൽ 1/x dx. ആദ്യം ഇന്റഗ്രൽ ഓഫ് എക്സ് ഡി എക്സ്, അടുത്തിനകത്ത് 2 പുറത്തേക്ക് മാറ്റിയിട്ട് ഇന്റഗ്രൽ ഡി എക്സ് വരും പ്ലസ് ഇന്റഗ്രൽ 1/x dx. 3ന്റെ ഇന്റഗ്രൽ എഴുതിയ ആൻസർ ആയി. അപ്പൊ ആദ്യം നമുക്ക് അറിയാവുന്ന ഫോർമുലയുടെ രൂപത്തിലേക്ക് എങ്ങനെ വരുത്താം? ഇവിടെ കൂടുതലൊന്നും ആലോചിക്കാനില്ല. a മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ആണ്. അപ്പൊ ആ സ്ക്വയർ അങ്ങ് എക്സ്പാൻഡ് ചെയ്താൽ മതി. a മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്യുക. എന്താ ഇതിന്റെ ആൻസർ അമീന? പറഞ്ഞോ. ഇന്റഗ്രൽ ഓഫ് എക്സ് പ്ലസ് ഇന്റഗ്രൽ ഓഫ് എക്സ് പ്ലസ് എക്സ് പ്ലസ് സി. എക്സിന്റെ ഇന്റഗ്രൽ എക്സ് തന്നെയാണ്. ആണല്ലേ? ശരി. ഇന്റഗ്രൽ ഓഫ് എക്സ് റേസ് ടു n എന്താ അമീന? x raised to n+1/n+1. അപ്പൊ എക്സിന്റെ എന്താ? എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു 1 അല്ലേ? x square by 2. എക്സ് സ്ക്വയർ ബൈ 2 ആണ് ആയത്. എക്സ് സ്ക്വയർ ബൈ 2 മൈനസ് 2 കോൺസ്റ്റന്റ്. ഇന്റഗ്രൽ ഓഫ് ഡി എക്സ് x plus c. എക്സ് പ്ലസ് സി എക്സ് പ്ലസ് ഇന്റഗ്രൽ ഓഫ് 1/x Integral of 1/x. x ഇല്ലേ? ഒന്നിടൊന്നുമില്ല. ഇന്റഗ്രൽ ഓഫ് 1/x അറിയാൻ വേണ്ടി മറച്ചു നോക്ക. അവസാനം ഉണ്ട് ഇതിൽ എഴുതിയേക്കടുത്ത്. ലോഗ് മോഡ് എക്സ് പ്ലസ് സി ആണ്. നാളെ ഒന്നും മറക്കണ ഒരുപാടില്ല കേട്ടോ. നാളെ മറക്കണ ഒരുപാടില്ല. ഇടയ്ക്ക് ഉത്തരം പറഞ്ഞില്ലേ ഞാനിവിടെ പേര് എഴുതി വയ്ക്കും. ആദ്യത്തെ ദിവസം ആയതുകൊണ്ടാണ് അങ്ങനെ. ഇന്റഗ്രൽ ഓഫ് മോഡ് എക്സ് 1/x ലോഗ് മോഡ് എക്സ്. പ്രത്യേകിച്ച് മെത്തേഡ് ഒന്നും പറഞ്ഞു തരാനില്ല കേട്ടോ. മെത്തേഡ് എന്ന് പറയാനില്ല. നമുക്ക് കുറച്ച് റിസൾട്ടുകൾ അറിയാം.
ആ റിസൾട്ടിന്റെ രൂപത്തിലേക്ക് മാറ്റുക. തന്നിരിക്കുന്ന ക്വസ്റ്റിനെ ആ റിസൾട്ടിന്റെ രൂപത്തിലേക്ക് മാറ്റുക, അതിനുശേഷം ചെയ്യുക. എങ്ങനെ മാറ്റാന്നുള്ളത് പറഞ്ഞു തരാൻ പറ്റില്ല, ഓരോ ക്വസ്റ്റിനും ഓരോ രീതിയിലായിരിക്കും. കഴിഞ്ഞ പ്രോബ്ലത്തിനകത്ത് എക്സ്പാൻഡ് ചെയ്തപ്പോഴായി, ഈ പ്രോബ്ലത്തിനകത്ത് എക്സ്പാൻഡ് ചെയ്തപ്പോഴായി, ഓരോ ക്വസ്റ്റിനകത്ത് ഓരോ രീതിയിലായിരിക്കും. അതുകൊണ്ട് കൃത്യമായിട്ട് അത് നമുക്ക് പറഞ്ഞു തരാൻ പറ്റില്ല. ഫോർമുലയിലേക്ക് മാറ്റുക, ഫോർമുല ഇന്റഗ്രേറ്റ് ചെയ്യുക, അത്രേ പറയാൻ പറ്റുള്ളൂ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 11. ശരിക്കും പ്രാക്ടീസ് ചെയ്യണം, ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നണം, വേറെ മാർഗ്ഗം ഇല്ലാത്ത പിള്ളേർ ഇതിനൊന്നും. ശരിക്കും പ്രാക്ടീസ് ചെയ്യണം. ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഇങ്ങനെ ചെയ്താൽ ഉത്തരത്തിലേക്ക് എത്താമെന്ന് നിങ്ങൾക്കൊരു ഐഡിയ തോന്നണം, എന്നാലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇന്റഗ്രൽ ഓഫ് എക്സ് ക്യൂബ് പ്ലസ് 5x സ്ക്വയർ മൈനസ് 4 by x square dx. Integral of x cube plus 5x square minus 4 by x square dx equal to ഇവിടെ എന്ത് ചെയ്യാം, ഇങ്ങനെ വരുന്ന പ്രോബ്ലം എങ്ങനെ ചെയ്യുമെന്ന് ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായി, എഴുതിയും വെച്ചിട്ടുണ്ട്. എക്സസൈസ് ചെയ്യുന്നതിന് മുമ്പ് കാണും. ഈ പ്രോബ്ലത്തിന്റെ പ്രത്യേകത എന്താ? എന്താ അതിൽ നസിയെ? ഒരു ഡിനോമിനേറ്റർ ഉള്ള ഡിനോമിനേറ്ററിനകത്ത് ഒരു ടേം ഉണ്ട്, ന്യൂമറേറ്ററിലോ 3 ടേം ഉണ്ട്. 3 ടേം ഉണ്ട്. ന്യൂമറേറ്ററിൽ കൂടുതൽ ടേംസ് ഉണ്ട്, ഡിനോമിനേറ്ററിൽ ഒരു ടേമേ ഉള്ളൂ. ഇങ്ങനെ വന്നാൽ എന്ത് ചെയ്യാന്നാ പറഞ്ഞേക്കണേ ഇന്നലെ? ഓരോ ടേമും ഡിനോമിനേറ്ററായിട്ട് ഡിവൈഡ് ചെയ്യണം. ഓരോ ടേമിനെയും ഡിനോമിനേറ്റർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇന്റഗ്രേറ്റ് ചെയ്യുക, അതാണ് റൂള്. ഡിനോമിനേറ്ററിൽ ഒരു ടേമും ന്യൂമറേറ്റർ ഒരു ടേം അല്ലെങ്കിൽ ഒരു ഫാക്ടർ ആയിട്ട് വരാം കേട്ടോ. ഒരു ടേം ഒരു ഫാക്ടർ. ന്യൂമറേറ്ററിൽ കൂടുതൽ ടേംസ് ഉണ്ടെങ്കിൽ ഓരോന്നിനെയും ന്യൂമറേറ്റർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് എഴുതിയിട്ട് നമുക്ക് ചെയ്യാം. അപ്പൊ ഒന്ന് പറഞ്ഞാൽ അതിലെ എങ്ങനെ ചെയ്യാന്ന് പറഞ്ഞ ഇന്റഗ്രൽ ഓഫ് എക്സ് ക്യൂബ് ബൈ എക്സ് സ്ക്വയർ. എക്സ് ക്യൂബ് ബൈ എക്സ് സ്ക്വയർ, ആദ്യത്തെ എക്സ് ക്യൂബിനെ എക്സ് സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്തു, പ്ലസ് 5x സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ, 5x സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ മൈനസ് 4 by x square dx. ഇപ്പൊ 3 ടേം ആയിട്ടോ, 3 ടേം ആയി. സിംപ്ലിഫൈ ആണ്, സിമ്പിൾ ചെയ്തേക്കാം. എക്സ് ക്യൂബ് ബൈ എക്സ് സ്ക്വയർ എക്സ്, 5x സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ വെട്ടിപ്പോ 5 മൈനസ് 4. ഈ 1 by x സ്ക്വയറിനെ x raised to minus 2 എന്ന് എഴുതാം കേട്ടോ. റിസൾട്ട് ഞാൻ എഴുതി തന്നിട്ടുണ്ട്, അറിയില്ലെങ്കിൽ ഇങ്ങനെ ഇട്ടുകൊള്ളുക. x raised to minus 2 dx. ഇനി ഓരോന്നിനെ ഇന്റഗ്രേറ്റ് ചെയ്യുക. ഇന്റഗ്രൽ x dx പ്ലസ് ഇന്റഗ്രൽ 5 dx മൈനസ് 4 പുറത്തേക്ക് മാറ്റി ഇന്റഗ്രൽ x raised to minus 2 dx. ടേം ബൈ ടേം ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. ഇന്റഗ്രൽ x dx, ഇന്റഗ്രൽ 5 dx മൈനസ് 4 പുറത്ത്, ഇന്റഗ്രൽ ഓഫ് x raised to minus 2 dx. എന്തൊരു സാലിമേന്റെ ആൻസർ? x square by 2 x square by 2 plus 5 integral of x plus c dx. x plus c, 5x. c അവസാനം കൊടുക്കാം, അപ്പൊ എഴുതണ്ട, ഓരോന്നിനും ഇടയ്ക്ക് എഴുതണ്ട കേട്ടോ. c എല്ലാത്തിനും കൂടി അവസാനം കൊടുക്കുള്ളൂ. മൈനസ് 4 integral of x raised to minus 1 minus 1 by 1 by minus 1. ആ മുകളിൽ തന്നെ പവർ തന്നെയാണ് താഴെ വരുള്ളൂ. പ്ലസ് c. This is equal to x square by 2 plus 5x. ഈ മൈനസും താഴത്തെ മൈനസോടും കൂടി പ്ലസ് ആയി പോകും കേട്ടോ. പ്ലസ് 4, താഴത്തെ മൈനസും മുകളിലത്തെ മൈനസോടും പ്ലസ്.
എക്സ് റേസ്റ്റ് മൈനസ് 1 എന്ന് പറഞ്ഞാൽ 1/x 4/x plus c. അടുത്തത് ഇതുപോലെ തന്നെ കേട്ടോ, മുകളിൽ 3 ടേം ഉണ്ട്, താഴെ ഒരു ടേമാണ്. മുകളിൽ 3 ടേമും താഴെ ഒരു ടേമും വന്നിട്ടുണ്ട്. അപ്പൊ ഡിവൈഡ് ചെയ്യുക. ഒന്ന് പറഞ്ഞേ മേഘ. മേഘ മ്യൂട്ട് ചെയ്തോ ഒന്നും കേൾക്കുന്നില്ല കേട്ടോ. ഹാഫിസെ പറഞ്ഞ. ഹാഫിസെ ഇന്റഗ്രൽ ഓഫ് എക്സ് ക്യൂബ് ബൈ റൂട്ട് എക്സ് ആ dx plus integral of 3x by root x. അടുത്ത സ്റ്റെപ്പ് സ്പ്ലിറ്റ് ചെയ്യടാ. പ്ലസ് 4 by root x. ഓരോ ടൈമിനെ റൂട്ട് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്തു. അടുത്ത പറഞ്ഞേ എന്ത് വരും? ഇന്റഗ്രൽ ഓഫ് എക്സ് ക്യൂബ് ബൈ റൂട്ട് എക്സ് dx. അത് ഡിവൈഡ് ചെയ്ത് പറ. എക്സ് ക്യൂബ് ബൈ റൂട്ട് എക്സ് എത്ര വരും? അത് റൂട്ട് എക്സും എക്സും കട്ടായി റൂട്ട് എക്സ് സ്ക്വയർ റൂട്ട് എക്സ്. എക്സ് സ്ക്വയർ റൂട്ട് എക്സ് എത്രയാടാ? എക്സ് സ്ക്വയർ റൂട്ട് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു ഒറ്റയായിട്ട് പറഞ്ഞു. എക്സ് റേസ് ടു ഇതെന്നാ ഹാഫിസ വേറെ സൗണ്ട് കേൾക്കണേ? അത് വേറെ ക്ലാസ് എടുക്കണയാ, അനിയന്റെ ക്ലാസ്സാ. ഏതാ? അനിയൻ ക്ലാസ്സിൽ കയറിയേക്കണേ. ശരി. അത് എക്സ് സ്ക്വയർ റൂട്ട് എക്സ്. എടാ എ ബൈ റൂട്ട് എക്സ് ഞാൻ പറയാം, സൈഡിൽ നോക്കാം. എക്സ് ക്യൂബ് ബൈ റൂട്ട് എക്സ് പറഞ്ഞാൽ എക്സ് റേസ് ടു ഹാഫ് അല്ലടാ. റൂട്ട് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു ഹാഫ് ആണ്. എക്സ് ക്യൂബ് ബൈ എക്സ് റേസ് ടു ഹാഫ്. ഇതെങ്ങനെയാ കാണണേ? എ റേസ് ടു എം ബൈ എ റേസ് ടു എൻ. എ റേസ് ടു എം ബൈ എ റേസ് ടു എൻ. എ റേസ് ടു എം പ്ലസ് എൻ. എക്സ് റേസ് ടു 3 + 1 അല്ല, അത് എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ ആ. ഇത് എ റേസ് ടു എം ബൈ എ റേസ് ടു എൻ ആ. അപ്പൊ എ റേസ് ടു എം മൈനസ് എൻ. എ റേസ് ടു 3 അല്ല, എക്സ് റേസ് ടു 3 - 1/2. എക്സ് റേസ് ടു 3 - 1/2 എന്ത് വരും? 5/2. 5/2. എക്സ് റേസ് ടു 5/2. നീ മ്യൂട്ട് ചെയ്യ, അല്ലെങ്കിൽ അനിയന്റെ ക്ലാസ് ഞാൻ പഠിക്കേണ്ടി വരും. എക്സ് റേസ് ടു 5/2. എക്സ് റേസ് ടു 5/2. എക്സ് ക്യൂബ് ബൈ എക്സ് റേസ് ടു ഹാഫ് ഈക്വൽ ടു എക്സ് റേസ് ടു 5/2 വരും. പ്ലസ് അടുത്തത് ഇതുപോലെ 3 എക്സ് ബൈ റൂട്ട് എക്സ്. എക്സും റൂട്ട് എക്സും പോയി കഴിഞ്ഞാൽ എന്ത് വരും? എക്സ് ബൈ റൂട്ട് എക്സിന്റെ ആൻസർ എന്താ ഫൈസെ? എക്സ് ബൈ റൂട്ട് എക്സ് എത്രയാണെന്ന്? എക്സ് ബൈ റൂട്ട് എക്സ് എന്ന് പറഞ്ഞാൽ റൂട്ട് എക്സിന്റെ 2/3/2 2/2 അല്ല, അവിടെ ഇപ്പൊ ഞാൻ ചെയ്ത് കാണിച്ചു തന്നല്ലോ ഓർമ്മ എങ്ങനെയാ ചെയ്യണെന്ന്. എക്സ് ക്യൂബ് ബൈ റൂട്ട് എക്സ് എങ്ങനെയാ ചെയ്യണത് ഞാൻ കാണിച്ചു തന്നു. പിന്നെ അടുത്ത് പറയാൻ എന്താ ബുദ്ധിമുട്ടുള്ളത്? എക്സ് ബൈ റൂട്ട് എക്സ്
അതിനാ റൂളുകൾ ഒന്നും അറിയണമെന്നില്ല. എക്സ് ബൈ റൂട്ട് എക്സ് അല്ലാതെ പറയാം. മുകളിൽ എക്സ്, താഴെ റൂട്ട് എക്സ്. എന്തോരു അസ്ലമേ? എക്സ് ബൈ റൂട്ട് എക്സ് 1 minus 1/2. എത്ര അത്? 3/2. അല്ല 1/2. 1/2. അപ്പൊ എന്തോരു ആൻസറാ? അപ്പൊ 3x raised to 1/2. 3x raised to 1/2. 1/2. x raised to half. x raised to 1/2. പ്ലസ് അടുത്തതോ 4x raised to minus 1/2. താഴെ x raised to 1/2 അല്ലേ? മുകളിലേക്ക് കയറുമ്പോൾ x raised to minus 1/2 എന്നാവും. dx. റൂട്ട് എക്സും എക്സും വെട്ടിപ്പോയാൽ റൂട്ട് എക്സ് വരും, അതായത് x raised to half. താഴെ റൂട്ട് എക്സ്, താഴത്തെ റൂട്ട് എക്സ് എന്ന് പറഞ്ഞാൽ x raised to half ആണ്. അത് മുകളിലേക്ക് വരുമ്പോൾ x raised to minus half ആവും. ഇനി ഓരോന്നും ഇന്റഗ്രേറ്റ് ചെയ്യുക. ഇന്റഗ്രൽ ഓഫ് ആദ്യത്തേത് x raised to 5/2 dx പ്ലസ് രണ്ടാമത്തിൽ 3 പുറത്തേക്ക് മാറ്റി ഇന്റഗ്രൽ ഓഫ് x raised to half dx. അടുത്തതിൽ 4 പുറത്തേക്ക് മാറ്റി x raised to minus half dx. Integral of x raised to 5/2 dx, 3 into x raised to half dx, 4 into x raised to minus half dx. പറഞ്ഞ എൽവിന്റെ ആൻസർ എന്തോ? x raised to 5/2 7/2 x raised to 7/2. 5/2 plus 1 7/2. x raised to 7/2 by 7/2 പ്ലസ് അടുത്ത 3 into ബാക്കി പറഞ്ഞാ x raised to 1/2 ന്റെ ഇന്റഗ്രൽ 1/2 plus 1. 1/2 plus 1 എത്ര വരും? 4/2. 1/2 plus 1 4/2 3/2. 3/2. x raised to 3/2 by 3/2. അടുത്ത 4 into x raised to minus 1/2 ഓടാ. minus 1/2 plus 1 1/2. 1/2. x raised to minus 1/2 plus 1 1/2 വരും. x raised to 1/2 by 1/2 plus constant of integration c. എല്ലാം x raised to n ആണ് കേട്ടോ. മുകളിൽ ഒന്ന് ആഡ് ചെയ്യണം. x raised to n ആണെങ്കിൽ x raised to n plus 1. 5/2 plus 1 7/2. 1/2 plus 1 3/2. minus 1/2 plus 1 1/2. ഇനി ഒന്ന് അറേഞ്ച് ചെയ്തേക്കാം. ഡിവൈഡഡ് ബൈ 7/2 എന്ന് പറഞ്ഞാൽ എങ്ങനെ വരും? ഡിവൈഡഡ് ബൈ 7/2 എന്നതിന്റെ മീനിങ് എന്താ ബേസിലെ? അല്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പിൽ അറേഞ്ച് ചെയ്ത് എങ്ങനെ പറയാം ആൻസർ? അപ്പൊ എത്ര രൂപ നീ പറഞ്ഞോ? x raised to 7/2 minus 7/2. x raised to 7/2 minus എടാ x raised to 7/2 ന് എന്താ അവിടെ ചെയ്തേക്കണേ? x raised to 7/2 ന് എന്താ ചെയ്തേക്കണേ? ഡിവൈഡ് ചെയ്തേക്കുക. എന്തുകൊണ്ട്? 7/2 കൊണ്ട്. ശരി, 7/2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്താൽ മതി? ഇൻറ്റു ചെയ്താൽ മതി. എന്തുകൊണ്ട് ഇൻറ്റു ചെയ്യണം? 7/2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് പകരം എന്തുകൊണ്ട് ഇൻറ്റു ചെയ്യണം? 2 റെസിപ്രോക്കൽ എടുത്ത. റെസിപ്രോക്കൽ എത്ര? 2/7. 2/7. ഇതാണ് ആൻസർ. നീ പിന്നെ ഈ മൈനസ് ഒക്കെ എങ്ങോട്ടാ കൊണ്ടോണേ? എവിടെയാ മൈനസ് ഒക്കെ തന്നെ? x raised to 7/2 x raised to 7/2 by 7/2 by 7/2 എന്ന് പറഞ്ഞാൽ ഇൻറ്റു 2/7 ആണ്. പ്ലസ് അല്ലതിനകത്ത് x raised to 3/2 by 3/2 എന്ന് പറഞ്ഞാൽ ഇൻറ്റു 2/3 ആവും. ആ 3 രണ്ടും വെട്ടിപ്പോകും കേട്ടോ. ഇൻറ്റു 2/3 2 വരും ഇവിടെ. അടുത്തേല് 4 into x raised to half ആട്ടോ പിള്ളേരെ.
4 into x raised to half by 1/2 എന്ന് പറഞ്ഞാൽ into 2 ആവും 8 ആവും പ്ലസ് c. സംശയമുണ്ടെങ്കിൽ ചോദിച്ചോളണം. ഏത് സ്റ്റെപ്പും സംശയമുണ്ടെങ്കിൽ ചോദിച്ചോളണം കേട്ടോ. ഡിവൈഡഡ് ബൈ 7/2 എന്ന് പറഞ്ഞാൽ into 2/7 ആണ്. രണ്ടാമത്തെ into 2/3 എന്ന് വരും. അപ്പൊ താഴത്തെ 3 മുകളിൽ 3 കട്ടായി പോകും. അവസാനത്തിൽ ഒരു 4 ഉണ്ടായിരുന്നു. into 2/1 എന്ന് വരുമ്പോൾ 4 into 2 8 ആവും. 4 into 2 8 ആവും. അടുത്ത ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 13. Integral of x cube minus x square plus x minus 1. X cube minus x square plus x minus 1 divided by x minus 1 dx. ഇതും തൊട്ടുമുമ്പ് ചെയ്ത പോലെ തന്നെയാണ് കേട്ടോ. താഴെ ഒരു x minus 1 ഉണ്ട്. താഴെ x minus 1 എന്നൊരു ഫാക്ടർ ഉണ്ട്. മുകളിൽ നമ്മൾ അറേഞ്ച് ചെയ്ത് എഴുതും. മുകളിൽ അറേഞ്ച് ചെയ്ത് എഴുതും. താഴെ x minus 1 എന്നുള്ള ഫാക്ടർ ഉണ്ട്. മുകളിലും അറേഞ്ച് ചെയ്യും. എന്ത് ചെയ്യാന്ന് പറയാമോ? മുകളില് അൽഫാദെ എന്ത് ചെയ്യടാ? മുകളിലെ എക്സിനെ കോമൺ ഫാക്ടർ എടുത്തിട്ട് അങ്ങനെയാണോ? എക്സിനെ കോമൺ ഫാക്ടർ, എക്സിനെ മൊത്തത്തിൽ കിട്ടൂല. ലാസ്റ്റ് ടൈം 1 അല്ലേ ഉള്ളൂ. കോമൺ ഫാക്ടർ ആയിട്ട് എക്സ് കിട്ടൂല. മുഴുവനിൽ നിന്ന് എടുത്താൽ എക്സ് കിട്ടില്ല. മുഴുവൻ എടുക്കണ്ട. എക്സ് ക്യൂബ് മൈനസ് എക്സ് സ്ക്വയർ. എക്സ് ക്യൂബ് മൈനസ് എക്സ് സ്ക്വയർ ആദ്യത്തെ 2 ടേം. ആദ്യത്തെ 2 ടേം എടുക്കാം കേട്ടോ. ആദ്യത്തെ 2 ടേം ഈ എക്സ് ക്യൂബ് മൈനസ് എക്സ് സ്ക്വയർ, അതിനകത്ത് നിന്ന് ഈ ആദ്യത്തെ 2 ടേമിൽ നിന്ന് കോമൺ ആയിട്ട് എന്ത് പുറത്തെടുക്കാം? അൽഫാദെ പറഞ്ഞോ. ആദ്യത്തെ 2 ടേമിൽ നിന്ന് കോമൺ ആയിട്ട് എന്ത് പുറത്തെടുക്കാം? നമുക്ക് എക്സ് സ്ക്വയർ പുറത്തെടുക്കാം. ആദ്യത്തെ 2 ടേമിൽ നിന്ന് എക്സ് സ്ക്വയർ പുറത്തെടുത്താൽ ബാക്കി എന്തുണ്ടെന്ന് പറഞ്ഞേ? എക്സ് മൈനസ് 1. എക്സ് മൈനസ് 1 അങ്ങനെ നിൽക്കട്ടെ. പ്ലസ് ബാക്കി ഇവിടെ എന്തുണ്ട്? എക്സ് മൈനസ് 1. എക്സ് മൈനസ് 1 ഉണ്ട്. താഴെയോ? എക്സ് മൈനസ് 1 ഉണ്ട്. ശരിയായില്ലേ? നോക്കിയേ, ആദ്യത്തെ 2 ടേമിൽ നിന്നും ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇതൊക്കെ മനസ്സിലാവണം കേട്ടോ. പ്രാക്ടീസ് ഉണ്ടെങ്കിലേ മനസ്സിലാവുള്ളൂ. വേറെ മാർഗമൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, പുതിയ മാർഗങ്ങളൊന്നും പറഞ്ഞു തരാനില്ല. ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇങ്ങനെ ചെയ്താൽ ഉത്തരത്തിലേക്ക് എത്തുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവണം. അത് മനസ്സിലാവണമെങ്കിൽ പ്രാക്ടീസ് കൂടിയേ തീരൂ. വേറെ ഒന്നും കൊണ്ടും കിട്ടില്ല. അപ്പോൾ ആദ്യത്തെ 2 ടേമിൽ നിന്നും എക്സ് സ്ക്വയർ പുറത്തേക്ക് മാറ്റിയപ്പോൾ എക്സ് മൈനസ് 1 വന്നു. അപ്പൊ നമുക്ക് നോക്കിയേ, ന്യൂമറേറ്ററിൽ ആകെ ഒരു എക്സ് മൈനസ് 1 കോമൺ ആയിട്ടില്ലേ? ന്യൂമറേറ്ററിൽ ഒരു എക്സ് മൈനസ് 1 കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ബാക്കി എന്ത് വരും? ഫസ്റ്റ് ടേമിനകത്ത് എക്സ് സ്ക്വയർ ഉണ്ട്. എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് മൈനസ് 1 പ്ലസ് രണ്ടാമത്തെ ടേമിൽ 1 ഉണ്ട്. താഴെ എക്സ് മൈനസ് 1. ഈ എക്സ് മൈനസ് 1 മുകളിലും താഴെയും വെട്ടിപ്പോകും. മുകളിൽ ഒരു എക്സ് മൈനസ് 1 2 ടേമിൽ നിന്നും പുറത്തേക്ക് മാറ്റി. എക്സ് മൈനസ് 1 2 ടേമിൽ നിന്നും പുറത്തേക്ക് മാറ്റി. ആദ്യത്തെ ടേമിൽ എക്സ് സ്ക്വയർ പ്ലസ് രണ്ടാമത്തിൽ 1. ദാറ്റ് ഈസ് ഇന്റഗ്രൽ ഓഫ്, ഇനി എന്തൊക്കെ ബാക്കിയുള്ളൂ? എക്സ് സ്ക്വയർ ഡി എക്സ് ഉണ്ട്. ഇന്റഗ്രൽ ഓഫ് 1 ഡി എക്സ് ഉണ്ട്. ഇന്റഗ്രൽ ഓഫ് എക്സ് സ്ക്വയർ ഡി എക്സും ഇന്റഗ്രൽ ഓഫ് 1 ഡി എക്സും. എന്തായിരിക്കും എന്റെ ആൻസർ കൈലാസ? എക്സ് ക്യൂബ് ബൈ 3 പ്ലസ് പറയടാ. 1 ഡി എക്സിന്റെ എന്നതാ?
കഴിഞ്ഞ ക്ലാസ് കേറില്ല. കഴിഞ്ഞ ക്ലാസ്സിൽ കയറില്ലെങ്കിൽ വീഡിയോ കണ്ടോളണം കൈലാസ, വേറെ മാർഗമില്ലല്ലോ. കഴിഞ്ഞ ക്ലാസ്സിൽ കയറിയില്ലെങ്കിൽ എന്നുള്ളത് നമുക്കൊരു കാരണമായിട്ട് പറയരുത്, വേറെ മാർഗം നമ്മുടെ കയ്യിൽ നിലവിലില്ല. എന്താ അൻവറേ? ഇന്റഗ്രൽ ഓഫ് 1dx നമ്മൾ പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു. ഇന്റഗ്രൽ ഓഫ് 1dx എക്സ് പ്ലസ് സി. ഇന്റഗ്രൽ ഓഫ് 1dx എക്സ് പ്ലസ് സി. Question number 14. Integral of 1 minus x into root x dx. Integral of 1 minus x into root x dx. എങ്ങനെ ചെയ്യാം അമൻ? എങ്ങനെ ചെയ്യാടാ ഇത്? 1 minus x into root x dx അങ്ങനെയാണ് കിടക്കുന്നത്. ഇത് റൂട്ട് എക്സിനെ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യണം. റൂട്ട് എക്സിനെ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യണം. നീ പറഞ്ഞപ്പോ എന്ത് വരും? ഇന്റഗ്രൽ പറഞ്ഞോടാ, ശരിയാ. 1 into root x റൂട്ട് എക്സ് റൂട്ട് എക്സ് അല്ലേ? റൂട്ട് എക്സ്. റൂട്ട് ഞാൻ കേട്ടില്ല. 1 into root x മൈനസ് x into root x. അങ്ങനെ x into root x എന്ത് ചെയ്താം? തൽക്കാലം ഇവിടെ x root x എടുക്കട്ടെ. ഞാൻ അടുത്ത സ്റ്റെപ്പ് പറഞ്ഞു തന്നെ. x root x dx ഈക്വൽ ടു റൂട്ട് എക്സിൽ വരെ നമുക്ക് എന്ത് എഴുതാം? ഇന്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് റൂട്ട് എക്സിന് വരെ നമ്മൾ എന്തെന്ന് കൊടുക്കുന്ന റൂട്ട് എക്സിന് എന്തെന്ന് എഴുതാം? റൂട്ട് എക്സിനെ റൂട്ട് എക്സിനെ നമുക്ക് എന്തെന്ന് എഴുതാം? എന്താ അസ്ലമേ? x raised to 1/2. x raised to 1/2. അടുത്തതോടാ x into root x ആകുമ്പോഴോ? x into root x ആകുമ്പോ ഒരു x പിന്നെ x raised to 1/2. ഇത് എത്ര കിട്ടും? x into x raised to 1/2 1 plus 1/2. x raised to 3/2. x raised to 1/2 minus x raised to 3/2 dx. ആൻസർ അസ്ലമേ കംപ്ലീറ്റ് ചെയ്തേ. x raised to 1/2 ന്റെ ഇന്റഗ്രൽ x raised to 1/2 x raised to 1/2 plus 1/2 എത്രടാ? അത് എത്രയാ? 1/2 plus 1 എത്രയാ? നീ എനിക്ക് കൂട്ടി പറയാൻ 3/2. x raised to 3/2 by 3/2. അടുത്തതോ? അടുത്തത് 3/2 plus 5/2 x raised to 5/2 by 5/2 plus c. ഒന്ന് അറേഞ്ച് ചെയ്ത് പറഞ്ഞേ. x raised to divided by 3/2 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻറ്റു 2/3. 2/3. അപ്പോൾ 2/3 minus 2/5 x raised to 5/2 plus c. പറഞ്ഞു എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിച്ചോളണം. പ്രത്യേകിച്ച് മാർഗങ്ങളില്ല. നമുക്കറിയാവുന്ന ഫോർമുലയുടെ രൂപത്തിലേക്ക് കൺവെർട്ട് ചെയ്യും, ആൻസർ എഴുതി വയ്ക്കും.
അടുത്ത തന്നെ ചെയ്തേ, 15ാമത്തെ തന്നെ ചെയ്തേ. ഇതുപോലെ തന്നെയാലോ, ഇപ്പൊ ചെയ്ത പോലെ തന്നെയാണ്, ഒരു സ്റ്റെപ്പോടും കൂടുതലുണ്ടെന്നേ ഉള്ളൂ. 15ാമത്തെ ക്വസ്റ്റ്യൻ തന്നെ ചെയ്തേ എല്ലാവരും. ക്വസ്റ്റ്യൻ നമ്പർ 15. Integral of root x 3x square plus 2x plus 3 dx. റൂട്ട് എക്സ് കൊണ്ട് ആദ്യം അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. ആൽഡ്രനെ പറഞ്ഞ ആൽഡ്രനെ. എന്തുവരും? 3x square root x. അത് എത്രടാ? അങ്ങനെ എഴുതാം, അങ്ങനെ എഴുതണമെങ്കിൽ അങ്ങനെ എഴുതിയേക്കാം. അടുത്ത സ്റ്റെപ്പിൽ എഴുതിയാൽ 3x square root x plus 2x root x 2x root x plus 3 root x 3 root x dx. റൂട്ട് എക്സ് പറഞ്ഞാൽ എക്സ് റേസ് ടു ഹാഫ് ആട്ടോ. അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ എന്തെന്ന് പറഞ്ഞേ? ഇന്റഗ്രൽ എക്സ് സ്ക്വയർ ഇൻറ്റു റൂട്ട് എക്സ്. റൂട്ട് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു ഹാഫ് ആണ്. ഇപ്പൊ എന്തോരം നേരം നമ്മൾ പറഞ്ഞു തുടങ്ങിയിട്ട് എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് റേസ് ടു ഹാഫ്. ആൽഡ്രിൻ എടാ രണ്ടും അരയും കൂട്ടി എത്ര വരും? എടാ രണ്ടും അരയും രണ്ടും പകുതിയും കൂടെയും കൂട്ടി എത്ര കിട്ടൂടാ? 2.5. ആ 2.5 നമുക്ക് എങ്ങനെ എഴുതാം? 2.5 ആൻസർ. എക്സ് റേസ് ടു 2ഉം എക്സ് റേസ് ടു ഹാഫും 2.5 2.5. ആ 2.5 ആണോ? ആ 2.5 2.5 എഴുതിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. സാധാരണ നമ്മൾ അങ്ങനെയല്ല, സാധാരണ റാഷണൽ നമ്പർ ആണ് എഴുതാറ്. 2.5 എന്ന് പറഞ്ഞാൽ 5/2. 5/2 എഴുതി മാറിപ്പോയി. എക്സ് റേസ് ടു 5/2 3 ഇൻറ്റു എക്സ് റേസ് ടു എക്സ് സ്ക്വയറും റൂട്ട് എക്സും എക്സ് റേസ് ടു 5/2 എന്ന് വരും. അങ്ങനെ അടുത്ത് പറഞ്ഞാൽ 2 എക്സ് റേസ് ടു എക്സിന്റെ റൂട്ട് എക്സാ. ഇതുപോലത്തെ നമ്മൾ എന്തൊരു ക്വസ്റ്റ്യൻ ചെയ്തായിരുന്നു ഇതിനു മുമ്പ്. എക്സിന്റെ റൂട്ട് എക്സ് എത്ര വരും? x raised to 3/2. ആ എക്സ് റേസ് ടു 3/2. 1 + 1/2 3/2 വരും. അടുത്ത 3 എക്സ് റേസ് ടു റൂട്ട് എക്സേ ഉള്ളൂ, ഹാഫ് ഡി എക്സ്. കോൺസ്റ്റന്റ് ഒക്കെ പുറത്തേക്ക് മാറ്റിക്കാം. 3 പുറത്തേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ഇന്റഗ്രൽ എക്സ് റേസ് ടു 5/2 dx. അടുത്തതിൽ 2 പുറത്തേക്ക് മാറ്റിക്കഴിഞ്ഞാൽ എക്സ് റേസ് ടു 3/2 dx. അടുത്തതിൽ 3 പുറത്തേക്ക് മാറ്റിക്കഴിഞ്ഞാൽ എക്സ് റേസ് ടു ഹാഫ് dx. 3 into integral of x raised to 5/2. പറഞ്ഞാലും മോനെ x raised to 5/2 ന്റെ ഇന്റഗ്രൽ എത്രയാ? പുറോട്ട് മറിച്ചു കിട്ട് കാര്യമില്ല. ചിലപ്പോ x raised to 5/2 തന്നെ കണ്ടോളൊന്നുമില്ല. ഞാൻ ഓർക്കുള്ള ചെയ്തിട്ടുണ്ടല്ലോ കേട്ടോ. പറഞ്ഞ സാലിമേ. സാലിം x raised to 5/2 ന്റെ ഇന്റഗ്രൽ. x raised to 5/2 x raised to 5/2 minus 1 5/2 minus 1
minus 1 divided by 5 by 2 minus 1. 5 by 2 minus 1. എത്ര പ്രാവശ്യം പറഞ്ഞൂടാ സാലിമേ? ഒരു സാമാന്യ ബോധമില്ലടാ. ഇന്ന് തന്നെ ഇത് എത്ര പ്രാവശ്യം ഉപയോഗിച്ച ഫോർമുല ചെയ്ത്? മൈനസ് ആണോ അവിടെ? എന്തൊക്കെ മണ്ടത്തരങ്ങളാണ് നിങ്ങൾ പറയണത്? എക്സ് റേസ് ടു n മൈനസ് 1 എന്നാണോ ഞാൻ ഫോർമുല വന്നേക്കണേ സാലിമേ? അല്ല പ്ലസ്. പിന്നെ നിനക്ക് എങ്ങനെ മൈനസ് ആയി പോണത്? അതൊക്കെ കറക്റ്റ് ചെയ്ത് പറഞ്ഞേ. എത്ര വരും? x raised to 5 by 2 plus 1 divided by അതെ എത്രയാന്ന് പറയടാ. നിങ്ങൾ കൊച്ചു പിള്ളേരൊന്നും അല്ലല്ലോ, 3ലും 4ലും പഠിക്കുന്ന പിള്ളേരൊന്നും അല്ലോ. 5 by 2 plus 1 5 by 2 plus 1 എന്ന് പറഞ്ഞോണ്ടിരിക്കാൻ. ഈ 5 by 2 1 കൂട്ടി എത്രയാന്ന് പറ. 6 by 2. x by 2 6 by 2. 6 by 2. 6 by 3. സാലിം, ഞാൻ ചോദിച്ച കണക്കിന്റെ ആ ഗൗരവവും നീ പഠിക്കുന്ന ക്ലാസ്സും തമ്മിൽ നിനക്ക് ബോധ്യമുണ്ടോ? നീ പഠിക്കുന്ന 12ാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സ് ആണ്. ഞാൻ നിന്നോട് ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ ഏത് ക്ലാസ്സിൽ വരും? ഒരു 4 or 5 ക്വസ്റ്റ്യൻ ആയിരിക്കും വന്നേ ചോദിക്കുന്നത്. ഫൈവ് ബൈ ടുവിനോട് 1 കൂട്ടിയാൽ എത്ര? എടാ നിനക്ക് കാൽക്കുലേറ്റർ ഉണ്ടോ സാലിമേ? കാൽക്കുലേറ്റർ എടുത്തു കൂട്ടും. കാണാനുള്ള കാണൂലടാ. 5 by 2 plus 1. ചിലപ്പോ നീ ചെയ്യുന്ന കണക്കുകളുടെ സൗന്ദര്യം കാരണം ഇറങ്ങിപ്പോയി കാണും, ഓടിക്കാണും കാൽക്കുലേറ്റർ. അതും യന്ത്രാണെങ്കിലും അതിനും എന്തെങ്കിലും വികാരങ്ങളൊക്കെ കാണൂടാ. നമ്മുടെ സമയം കളഞ്ഞിട്ട് കാര്യമില്ല. 5 by 2 plus 1 കംപ്ലീറ്റ് ചെയ്തേ അമീന. x raised to 5 by 2 ന്റെ ഇന്റഗ്രൽ x raised to 7 by 2 by 2 by 7 by 2. 7 by 2 by 7 by 2 plus ബാക്കി പറഞ്ഞോ 2 into 5 by 2 by 5 by 2. x raised to 5 by 2 by 5 by 2 plus 3 into raised to 3 by 2 by 3 by 2. 3 by 2 by 3 by 2 plus c. അടുത്ത സ്റ്റെപ്പ് പറഞ്ഞേ, അറേഞ്ച് ചെയ്ത് പറഞ്ഞേ. ഡിവൈഡഡ് ബൈ 7 by 2. ഡിവൈഡഡ് ബൈ 7 by 2 എന്ന് പറഞ്ഞാൽ എന്താവും? ഇൻറ്റു 2 by 7. അപ്പൊ എത്ര വരും? 2 by 7. മുകളിൽ 3 ഓടെ ഉണ്ട് മുകളില്. ഈ മേളിലേക്ക് വരുമ്പോ 3 into 7 2 by 7 അല്ലേ? അതെ 3 into 2 by 7. അപ്പൊ 7 into 3 20 by 7. 3 into 2 by 7. 2 by 7 6 by 7. അങ്ങനെയാ. 6 by 7 x raised to 7 by 2 എന്നാവും. പ്ലസ് അടുത്തതിനകത്ത് ഒരു 2 ഉണ്ട്. 2 into 2 by 5. 2 into 2 by 5. 4 by 5. x raised to 5 by 2 പ്ലസ് അടുത്തതോ ഓൾറെഡി അവിടെ 3 ആണ് കിടക്കുന്നത്. ഡിവൈഡഡ് ബൈ 3 by 2 എന്ന് പറഞ്ഞാൽ ഇൻറ്റു 2 by 3 വരും. 3 ഉം 3 ഉം കട്ടായി പോകും, ബാക്കി 2 വരും. 2 x raised to 3 by 2 പ്ലസ് അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 16ലേക്ക് വരിക കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 16 ചെയ്തേ.
ഇന്റഗ്രൽ തന്നെ ചെയ്തോളൂ, അത് തന്നെ ചെയ്ത ആൻസർ എഴുതുക കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 16 അവിടെ ഒരു ട്രിഗണോമെട്രിക് ഒക്കെ വന്നിട്ടുണ്ടെന്നുള്ളൂ, വേറെ യാതൊരു വ്യത്യാസമില്ല. ഇന്റഗ്രൽ 2x മൈനസ് 3 cos x 2x minus 3 cos x plus e raised to x dx 2x minus 3 cos x plus e raised to x dx. കിട്ടിയോ? മീന ആൻസർ കിട്ടിയോ? വിശ്രമിക്കണോണ്ട് ചോദിച്ചതാ. എങ്ങനെ ചെയ്യും? അതിൽ നസീ ഓരോന്ന് ഓരോ ടേം ആയിട്ടല്ലാണ്. അതെ, ഓരോ ടേം ആയിട്ടാണ്. നീ പറഞ്ഞോ, ഓരോ ടേം ആയിട്ടാണ്. ഇന്റഗ്രൽ 2x dx മൈനസ് ഇന്റഗ്രൽ 3 cos x dx പ്ലസ് ഇന്റഗ്രൽ e raised to x dx. ശരി, അടുത്ത സ്റ്റെപ്പ് 2 into x square by 2 ഇന്റഗ്രൽ സ്റ്റെപ്പ് കുറഞ്ഞത് കുഴപ്പമില്ല. കോൺസ്റ്റന്റ് പുറത്തെടുത്തു. മൈനസ് -3 into cos x dx പ്ലസ് ഇന്റഗ്രൽ e raised to x dx. ശരി, ആൻസർ പറഞ്ഞു. 2 into x square by 2 minus 3 into sin x integral of cos x sin x plus e raised to x plus 2 into വെട്ടിപ്പൊക്കോളും. x square minus 3 sin x plus e raised to x plus c. x square minus 3 sin x plus e raised to x plus c എന്ന് വരും. ഇതുപോലെ തന്നെ 17 കേട്ടോ. 17 ഇതുപോലെ തന്നെ ചെയ്തേ. Question number 17. Integral of 2x square minus 2x square minus 3 sin x plus 5 root x dx. 2x square minus 3 sin x plus 5 root x dx. തന്നെ ചെയ്തോളുക. പറഞ്ഞേ ഫാരിസേ. ഫാരിസ് പറഞ്ഞോടാ. അതിനകത്ത് എല്ലാം പുറത്തേക്ക് ഇടണം, എല്ലാം പുറത്താക്കണം. നീ പറഞ്ഞോ, ഞാൻ എഴുതാം. നീ പറഞ്ഞ പോലെ എഴുതും. ഞാൻ ആൻസറിലേക്ക് തരാം. ഏതാ?
ഞാൻ 2x ക്യൂബ് പ്ലസ് ബൈ 3 പ്ലസ് 3 കോസ് എക്സ് പ്ലസ് ആൻസറിലേക്ക് വിടാറ് സ്റ്റെപ്പ് ചെയ്തില്ല. ഇന്നൊറ്റ ക്യാൻസൽ എഴുതിക്കോണോ? ശരി, എന്നാൽ സ്റ്റെപ്പ് എനിക്ക് പറഞ്ഞാട്ടെ. ഇന്റഗ്രൽ ഓഫ് 2x സ്ക്വയർ. അങ്ങനെ അത് വേണം 2 വേണമെങ്കിൽ പുറത്തേക്ക് മാറ്റാൻ നയം തന്നെ കേട്ടോ. കോൺസ്റ്റന്റ് പുറത്തേക്ക് മാറ്റി ഒരു സ്റ്റെപ്പ് നമുക്ക് കുറയ്ക്കാം. അങ്ങനെ എല്ലാ സ്റ്റെപ്പും വേണമെന്നില്ല, ഒരു സ്റ്റെപ്പ് അങ്ങ് കുറച്ച് 2 പുറത്തേക്ക് മാറ്റിയിട്ട് പറഞ്ഞു 2 ഇൻറ്റു സ്പ്ലിറ്റ് ചെയ്യുക കേട്ടോ. ഞാൻ ഉദ്ദേശിച്ചാണ് സ്പ്ലിറ്റ് ചെയ്യുന്നു ഒപ്പം കോൺസ്റ്റന്റ് പുറത്തേക്ക് മാറ്റുക. അങ്ങനെ കനി സ്പ്ലിറ്റ് ചെയ്യുന്നതിന്റെ ഒപ്പം കോൺസ്റ്റന്റും പുറത്തേക്ക് മാറ്റിക്കോ. 2 ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 3 ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് sin x dx പ്ലസ് 5 ഇൻറ്റു റൂട്ട് dx. റൂട്ട് എക്സ് ഞാൻ x raised to half എന്ന് എഴുതി കേട്ടോ. x raised to half dx റൂട്ട് എക്സിന് x raised to half. അപ്പൊ 2 സ്റ്റെപ്പായിട്ട് ഇത്ര നേരം നമ്മൾ എഴുതിക്കൊണ്ടത് ഒറ്റ സ്റ്റെപ്പ് ആക്കിയെന്നുള്ളൂ കേട്ടോ. സ്പ്ലിറ്റ് ചെയ്തു, സ്പ്ലിറ്റ് ചെയ്തതിന്റെ കൂടെ കോൺസ്റ്റന്റിനെ പുറത്തേക്ക് മാറ്റി. ഇനി പറഞ്ഞോടാ ബാക്കി. 2 ഇൻറ്റു എക്സ് ക്യൂബ് ബൈ 3 എക്സ് ക്യൂബ് എക്സ് സ്ക്വയറിന്റെ എക്സ് ക്യൂബ് ബൈ 3 മൈനസ് 3 ഇൻറ്റു സൈൻ എക്സിന്റെ മൈനസ് കോസ് എക്സ് 3 ഇൻറ്റു മൈനസ് കോസ് എക്സ്. ശരി, 3 ഇൻറ്റു മൈനസ് കോസ് എക്സ് പ്ലസ് 5 ഇൻറ്റു എക്സ് റേസ് ടു ഹാഫിന്റെ 3/2 ബൈ 3/2 ആണ്. 3/2 ബൈ 3/2 പ്ലസ് സി. ഇനി ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതാം. പറഞ്ഞോ. 2x ക്യൂബ് ബൈ 3 പ്ലസ് 2x ക്യൂബ് ബൈ 3 പ്ലസ് പ്ലസ് ആവും, മൈനസ് മൈനസോടെ പ്ലസ് ആവും. 3 cos x പ്ലസ് 10x raised to 3/2 by 3 ആണോ? അതെ, 10x raised to 3/2 by 3. കാരണം ഡിവൈഡഡ് ബൈ 3/2 എന്ന് പറഞ്ഞാൽ ഇൻറ്റു 2/3 എന്നാവും. 5 ഇൻറ്റു 2 10/3 എന്നാവും പ്ലസ് സി. ആൻസർ തന്നെ ശരിയായിരുന്നു കൈബുക്കി. തന്നെ ചെയ്തവരെന്ന് കൈബുക്കി. എത്ര പേരുണ്ടെന്നൊന്ന് കാണാൻ വേണ്ടിട്ടാ തന്നെ ആൻസർ കിട്ടിയവര്. ശരി ശരി ശരി, കൈതാത്തിട്ടോ. അടുത്തത് 18ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരിക കേട്ടോ. 18ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്റഗ്രൽ sec x into sec x plus tan x dx. Integral of sec x into sec x plus tan x dx. എന്ത് ചെയ്യാം ജസിയ? Integral of sec square x പറഞ്ഞോ. sir. പറഞ്ഞോ കേക്കാം, പറഞ്ഞോ. Integral of sec square x ആ dx plus integral of sec x tan x dx. ശരി, അപ്പൊ ഈ sec x നെ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യും. sec x നെ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇന്റഗ്രൽ ഓഫ് sec x into sec x sec square x എന്നാവും. പ്ലസ് ഈ sec x into tan x sec x tan x dx എന്നാവും കേട്ടോ. ഈ sec x നെ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്തു. sec x into sec x sec square x sec x into tan x. ഇനി രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. ഇത് രണ്ടും നമുക്ക് അറിയാവുന്നതാ. ഇന്റഗ്രൽ ഓഫ് sec square x dx അറിയാം, ഫോർമുല എഴുതിയിട്ടുണ്ട്. ഇന്റഗ്രൽ ഓഫ് sec x tan x dx നമുക്കറിയാം, ഫോർമുല എഴുതിയിട്ടുണ്ട്. ഇന്റഗ്രൽ ഓഫ് sec square x എന്താ ജെസ്സി? ആൻസറും കംപ്ലീറ്റ് പറഞ്ഞോ. ഇന്റഗ്രൽ ഓഫ് sec square x tan x. ഇന്റഗ്രൽ ഓഫ് sec square x tan x. അറിയില്ലാത്തൊരു ബുക്ക് മറിച്ച് നോക്കുക കേട്ടോ, നോക്കി കണ്ടിട്ട് എഴുതുക. ഇന്റഗ്രൽ ഓഫ് sec x tan x sec x പ്ലസ് c. അറിയില്ലെങ്കിൽ ബുക്ക് മറിച്ച് നോക്കിയിട്ട് എഴുതുക. നാളത്തേക്ക് ബുക്ക് മറിച്ച് നോക്കേണ്ട അവസ്ഥ ഉണ്ടാവരുത്. എല്ലാം കൃത്യമായിട്ട് പഠിച്ചോളണം. ഞാൻ എല്ലാ ദിവസവും ചോദിക്കും കേട്ടോ.
എല്ലാ ദിവസവും ചോദിക്കും. tan x plus sec x plus c. അടുത്തത് ഇന്റഗ്രൽ ഓഫ് sec square x by cosec square x dx 19. Integral sec square x by cosec square x dx equal to ഇത് നമ്മൾ പഠിച്ചേക്കുന്ന ഫോർമുലൊന്നും അല്ല കേട്ടോ. നമ്മൾ പഠിച്ചേക്കുന്ന ഫോർമുലൊന്നും അല്ല, അറേഞ്ച് ചെയ്ത് എഴുതേണ്ട വരും. എന്ത് ചെയ്യാം? ഇങ്ങനെ കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നണേ? എന്ത് ചെയ്യണം എന്നാ തോന്നണേ? എന്ത് ചെയ്യണം? എന്താ എൽവിനെ? നമുക്കറിയാവുന്ന ഫോർമുലയിലേക്കൊക്കെ മാറ്റണം. അതിനുവേണ്ടി എന്ത് ചെയ്യണം? അറിയില്ല. ശരി, ആഷിഖ് നാസറേ, നിനക്ക് എന്താ തോന്നണേ? ആഷിഖ് നാസർ അറിയില്ല സാർ. അറിയില്ല. ആർക്ക് പറയാം? ആർക്ക് പറയാം? നമ്മൾ നേരിട്ട് പഠിച്ചേക്കണ പോലെ ഒന്നുമില്ല. കഴിഞ്ഞ പ്രോബ്ലം കണ്ടപ്പോൾ നമുക്ക് മനസ്സിലാവും. നമുക്ക് കഴിഞ്ഞ പ്രോബ്ലം കണ്ട സീക്ക് എക്സിനകത്തേക്ക് മൾട്ടിപ്ലൈ എന്നുള്ളത് പെട്ടെന്ന് മനസ്സിലാക്കാം. സീക്ക് സ്ക്വയർ എക്സ് അറിയാം, സീക്ക് എക്സ് ടാൻ എക്സും അറിയാം. അപ്പൊ പെട്ടെന്ന് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ അറിയാവുന്ന 2 റിസൾട്ടുകൾ കിട്ടും. ഇവിടെ ഒന്നും പറ്റില്ല കേട്ടോ. പറഞ്ഞോ എന്നാ ഹാഫിസേ? സൈന്റെയും കോസിന്റെയും ടേമിലാക്കിയത്. സൈന്റെയും കോസിന്റെയും ടേമിലാക്കി നോക്കാം. ശരിയാക്കാം. സൈന്റെയും കോസിന്റെയും ടേമിലേക്ക് ഒരു പരിധി വരെയുള്ള കാര്യം ഉത്തരം കിട്ടും കേട്ടോ. സൈന്റെയും കോസിലേക്കൊക്കെ മാറ്റി കഴിഞ്ഞാല് ഇന്റഗ്രൽ ഈ സീക്ക് സ്ക്വയറിന് നമുക്ക് എന്ത് എഴുതാം? സീക്ക് സ്ക്വയറിന് പകരം എന്താ ഹാഫിസേ പറഞ്ഞോ? 1 by cos square x. 1 by cos square x കൊടുക്കാം. സീക്ക് സ്ക്വയറിന് പകരം 1 by cos square x എന്ന് കൊടുക്കാം. താഴെ കൊസിക് സ്ക്വയർ ഉണ്ട്. കൊസിക് സ്ക്വയറിന് ഓരോ 1 by sin square x. 1 by sin square x. 1 by sin square x dx. sec square x 1 by cos square x. ഞാൻ ഇങ്ങനെ മാറ്റി എഴുതിയേക്കാം. കൺഫ്യൂഷൻ തോന്നും ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ. ഞാൻ മാറ്റാം. സെക്കൻഡ്, കറക്റ്റ് ആവണില്ല. ഇന്റഗ്രൽ സീക്ക് സ്ക്വയർ എക്സിന് പകരം 1 by cos square x. കൊസിക് സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ 1 by sin square x dx. ഇങ്ങനെ എഴുതട്ടെ. മറ്റേപാട് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും സംശയം തോന്നിയേക്കാം. അതുകൊണ്ട് മാറ്റിയെന്നുള്ളൂ കേട്ടോ. സീക്ക് സ്ക്വയർ എക്സിന് പകരം 1 by cos square x, cosec square x 1 by sin square x. This is equal to integral 1 by cos square x. 1 by sin square x കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 1 by sin square x കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പകരം എന്ത് ചെയ്യണം? ബേസിലെ 1 by sin square x കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അപ്പൊ ഇൻറ്റു എന്ത് വരും? sin square x by 1 അല്ലേ? അപ്പോൾ ഇത് എന്ത് കിട്ടും? sin square x by cos square x എന്നാവും. ഇന്റഗ്രൽ sin square x by cos square x എന്താമനെ? tan square x. tan square x. ഇങ്ങനെയായിട്ടോ. ഇന്റഗ്രൽ tan square x dx എത്തിച്ചേർന്നു.
ഇതിന്റെ ഇന്റഗ്രൽ അറിയാമോന്ന് നോക്കി, പുറകോട്ടൊന്ന് മറിച്ച് നോക്കി. ഇതിന്റെ റിസൾട്ട് നമുക്കറിയാമോന്ന്? അറിയില്ല കേട്ടോ. ഈ റിസൾട്ട് നമുക്ക് അറിയാവുന്നതല്ല. മിക്കവാറും പ്രോബ്ലത്തിൽ ഇങ്ങനെ വരും കേട്ടോ. ടാൻ സ്ക്വയർ വരും. ടാൻ സ്ക്വയർ വരാറുള്ളതാണ്. ഈ പ്രോബ്ലത്തിൽ നിന്നല്ല, വേറെ പല പ്രോബ്ലങ്ങളും ചെയ്യുമ്പോൾ നിങ്ങൾ ഇനി അടുത്തടുത്ത ക്ലാസ്സുകളിൽ പല ക്വസ്റ്റ്യൻസും ചെയ്ത് വരുമ്പോൾ ഇതുപോലെ ടാൻ സ്ക്വയറിൽ എത്തിപ്പെടാം. ടാൻ സ്ക്വയറിൽ എത്തിപ്പെടുന്ന ആൻസർ കിട്ടാൻ വേറെ മാർഗമുണ്ട് കേട്ടോ. ടാൻ സ്ക്വയറിൽ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ സീക്ക് സ്ക്വയറിലേക്ക് കൺവേർട്ട് ചെയ്യും. ടാൻ സ്ക്വയറിനെ സീക്ക് സ്ക്വയറിലേക്ക് മാറ്റാനായിട്ട് ഒരു ഐഡന്റിറ്റി പഠിച്ചിട്ടുണ്ട്. 10ാം ക്ലാസ്സിൽ ഒരു ഐഡന്റിറ്റി പഠിച്ചിട്ടുണ്ട്. ടാൻ സ്ക്വയറും സീക്ക് സ്ക്വയർ ഒക്കെ കണക്ട് ചെയ്തുകൊണ്ട്, ടാൻ സ്ക്വയറും സീക്ക് സ്ക്വയറും കണക്ട് ചെയ്തുകൊണ്ട് 10ാം ക്ലാസ്സിൽ ഒരു ഐഡന്റിറ്റി പഠിച്ചിട്ടുണ്ട്. എന്താന്ന് പറയാമോ? അറിയാവുന്ന ആൾ പറഞ്ഞോ? അറിയാവുന്നവർ പറഞ്ഞോ, ഞാൻ ചോദിക്കണില്ല. ടാൻ സ്ക്വയറും സീക്ക് സ്ക്വയർ ഒക്കെ കണക്ട് ചെയ്തുകൊണ്ട് 10ാം ക്ലാസ്സിൽ പഠിച്ചിരിക്കുന്ന ഐഡന്റിറ്റി. ആരുമില്ല? അറിയാവുന്നവർ പറഞ്ഞോ, ധൈര്യമായിട്ട് പറഞ്ഞോ. എന്താ ആദിൽ നസിയെ, ഇതൊക്കെ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? tan square x plus sec square x equal to 1 എന്നാണ്. ടാൻ സ്ക്വയർ എക്സ് പ്ലസ് സീക്ക് സ്ക്വയർ എക്സ് ഈക്വൽ ടു 1 അല്ല. minus sec square x equal to 1. ടാൻ സ്ക്വയർ എക്സ് minus sec square x equal to 1. അല്ല, ശരിയായില്ല. ആ സാധനങ്ങളാണ്, ആ 3 സാധനങ്ങളേ ഉള്ളൂ കേട്ടോ. ടാൻ സ്ക്വയർ എക്സും സീക്ക് സ്ക്വയർ എക്സും 1ഉമാണ്. സാധനങ്ങൾ അത് 3ഉമാണ്. കണക്ക് ചെയ്യണ രീതി ശരിയായിട്ടില്ല. sec square x plus 1 ആണോ? സീക്ക് സ്ക്വയർ എക്സ് plus 1 അല്ല. 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ് ഈക്വൽ ടു സീക്ക് സ്ക്വയർ എക്സ് എന്നാ. 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ് ഈക്വൽ ടു സീക്ക് സ്ക്വയർ എക്സ് എന്നാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ടാൻ സ്ക്വയർ എക്സ് ഈക്വൽ ടു സീക്ക് സ്ക്വയർ എക്സ് മൈനസ് 1 ആണ്. അതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ ടാൻ സ്ക്വയർ വരുന്ന പ്രോബ്ലത്തിലെല്ലാം അതാണ് ഉപയോഗിക്കുന്നത്. സീക്ക് സ്ക്വയർ എക്സ് മൈനസ് 1 ഡി എക്സ്. ഇനി നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം ഈ സീക്ക് സ്ക്വയർ എക്സിന്റെ ഇന്റഗ്രൽ നമുക്കറിയാം. അറിയാമല്ലേ? സീക്ക് സ്ക്വയർ എക്സിന്റെ ഇന്റഗ്രൽ നമുക്കറിയാം. അപ്പോൾ ടാൻ സ്ക്വയർ വരുന്ന എല്ലാ പ്രോബ്ലം, ഇതിപ്പോൾ മാത്രമല്ല കേട്ടോ, ഇതിപ്പോൾ മാത്രമല്ല, ടാൻ സ്ക്വയർ എക്സ് വരുന്ന എല്ലാ പ്രോബ്ലത്തിലും നമ്മൾ ഇതുപോലെ സീക്ക് സ്ക്വയറിലേക്ക് കൺവേർട്ട് ചെയ്യണത്. ടാൻ സ്ക്വയർ എത്തിക്കഴിഞ്ഞാൽ സീക്ക് സ്ക്വയർ എക്സ് മൈനസ് 1 എന്നാക്കും. ഇത് സ്പ്ലിറ്റ് ചെയ്യുക, ഇന്റഗ്രേറ്റ് ചെയ്യുക. ഇന്റഗ്രൽ ഓഫ് സീക്ക് സ്ക്വയർ എക്സ് ഡി എക്സ് മൈനസ് ഇന്റഗ്രൽ ഓഫ് 1 ഡി എക്സ്. എന്താണ് ഇന്റഗ്രൽ ഓഫ് സീക്ക് സ്ക്വയർ എക്സ്? ടാൻ എക്സ് മൈനസ് ഡി എക്സിന്റെ എക്സ് പ്ലസ് സി. ടാൻ എക്സ് മൈനസ് എക്സ് പ്ലസ് സി. ടാൻ സ്ക്വയർ എക്സ് വന്നാൽ ഇതാണ് മാർഗം. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 20. Integral of 2 minus 3 sin x by cos square x dx. Integral 2 minus 3 sin x by cos square x dx. ന്യൂമറേറ്ററിൽ 2 ടേമും ഡിനോമിനേറ്ററിൽ 1 ടേമും ആണ് കേട്ടോ. ആദ്യം തന്നെ സ്പ്ലിറ്റ് ചെയ്യുക. ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് പറഞ്ഞേ. അല്ലെ, ന്യൂമറേറ്ററിൽ 2 ടേമുണ്ട്, ഡിനോമിനേറ്ററിൽ 1 ടേമേ ഉള്ളൂ. ഇവിടെ ട്രിഗണോമെട്രിക്ക് വന്നിട്ടുണ്ടോന്നുള്ളൂ. സാധാരണ പോലെ സ്പ്ലിറ്റ് ചെയ്യുക. പറഞ്ഞ അസ്ലമേ. 2 by cos square x 2 by cos square x minus sin x by cos square x. 3 ഇല്ലടാ, 3 ഇല്ലേ? 3 sin x by cos square x. Cos square x dx.
ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് 2 by cos square x. അത് എത്രയാവും? 2 by cos square x. 1 by cos square x ന് നമുക്ക് എന്ത് എഴുതാം? 1 by cos square x sec square. sec square. അപ്പൊ ഇതെന്തായിട്ട് മാറും? 2 sec square x. 2 sec square x മൈനസ് അടുത്തതോ 3 sin x by cos square x ആട്ടോ. sin x by cos square x. അപ്പോ ആ cos square x നെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്തേ. cos x into cos x ആക്കാലോ. എന്നിട്ടൊന്ന് ആലോചിച്ചേ. tan x by cos x. ഞാൻ ഇവിടെ സൈഡിൽ എഴുതാം 3 ഉണ്ട്. പിന്നെ sin x by cos square x. cos square x ന് നമുക്ക് cos x into cos x ആക്കി. ഇനി എന്തോരം എന്ന് പറഞ്ഞത്? tan x by cos tan x. sin x by cos x tan x പിന്നെ by cos x. അതിനെന്ത് എഴുതാടാ? cos x നെ മാറ്റാലോ. 1 by cos x നെ 1 by cos x 6 square sec x. അപ്പോൾ ഈ രണ്ടാമത്തേത് 3 tan x sec x നൗ കേട്ടോ. ഈ സൈഡിൽ എഴുതി വെച്ചോളണം. ഈ എങ്ങനെയാണ് മാറ്റിയെന്നുള്ളതൊക്കെ സൈഡിൽ എഴുതി വെച്ചോളണം കേട്ടോ. താഴത്തെ cos square x നെ cos x into cos x ആക്കി. അപ്പൊ sin x by ഒരു cos x tan x. പിന്നെ ബാക്കി ഒരു 1 by cos x ഉണ്ട്, അത് sec x. ഇനി സ്പ്ലിറ്റ് ചെയ്യുക. രണ്ടിന്റെയും ഇന്റഗ്രൽ നമുക്ക് അറിയാവുന്നതാണ്. This is equal to 2 പുറത്തെടുത്തു ഇന്റഗ്രൽ ഓഫ് sec square x dx മൈനസ് കോൺസ്റ്റന്റ് 3 പുറത്തെടുത്തു ഇന്റഗ്രൽ ഓഫ് tan x sec x dx. നൗ ആൻസർ എഴുതിക്ക എല്ലാവരും. എന്താ മാനെ ആൻസർ ഇടണേ? tan x 2 tan x 3 into മൈനസ് 3 into ഇന്റഗ്രൽ ഓഫ് sec x tan x അല്ലെങ്കിൽ tan x sec x sec x plus c. sec x plus c. 2 tan x minus 3 sec x plus c എന്ന് വരും. ഇനി 2 ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട് കേട്ടോ. ആക്സസിനകത്ത് 2 ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. പ്രോബ്ലം ചെയ്ത് പഠിക്കണം കേട്ടോ. ഫോർമുലാസ് കറക്റ്റ് ആയിട്ട് പഠിക്കുക. പ്രോബ്ലം ചെയ്ത് പഠിക്കുക. ബാക്കി നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. Thank you, sir.